എന്റെ പേര് രാജേന്ദ്രൻ. ഞാൻ ഒരു നായർ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞിറങ്ങിയവനാ. ഒരിക്കലും ആരും പൈസ തന്നിട്ടോ എനിക്കൊരു വസ്ത്രം തന്നിട്ടോ അല്ല ഞാൻ ഈ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിയത്. ഈ ദേശത്തോടൊന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ കർത്താവിന് മതമില്ല. അവൻ എവിടെയും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അവൻ ഒരു മതത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. അവൻ ഏകസത്യ ദൈവമായതുകൊണ്ട് പാപികൾ മാനസാന്തരപ്പെടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗപരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിന് സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജേന്ദ്രൻ അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതിന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജേന്ദ്രൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എന്റെ പേര് പാസ്റ്റർ രാജേന്ദ്രൻ, കൊല്ലം. എനിക്ക് എന്റെ വൈഫിന്റെ പേര് ലിജി രാജേന്ദ്രൻ. എനിക്ക് രണ്ട് പെൺമക്കളാണ്. ഒന്ന് കെസിയ, ഇളയത് ജെസിയ. രണ്ടുപേരും വിവാഹിതരാണ്. എന്റെ മാതാപിതാക്കൾ നിത്യത്തിലാണ്. ഇതാണ് എന്റെ കുടുംബം. ആമേൻ. കർത്താവിന്റെ ദാസനെയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവിനെ അറിയാനിടയായി തീർന്ന സാഹചര്യങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞിട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന് വന്ദനം പറയുന്നു. അപ്പോൾ തന്നെ അരോമ ടിവിയുടെ ആമേൻ സ്തോത്രം പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പോലെ അനേകർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ അനുഗ്രഹമായിരിക്കുന്നു എന്ന് കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ പല പ്രോഗ്രാമും കണ്ടപ്പോൾ കർത്താവിന്റെ ദാസൻ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആ പ്രയത്നം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എല്ലാവിധമായ ആമേൻ ആശംസയും ഞാൻ ആദ്യം പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഈ പ്രവർത്തനത്തെയും എന്റെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എന്റെ പേര് പാസ്റ്റർ രാജേന്ദ്രൻ, കൊല്ലം. ഏകദേശം 31 വർഷക്കാലമായി ഈ കർത്താവിനെ അറിഞ്ഞ് ഈ വിശ്വാസ ജീവിതം നയിക്കുന്നു. എന്റെ മാതാപിതാക്കൾ ഞങ്ങൾ വളർന്നത് ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ പിതാവിന്റെ പേര് സഹദേവൻ അല്ലെങ്കിൽ മണിയൻ പിള്ള എന്നാണ് അറിയപ്പെടുന്നത്. എന്റെ അമ്മയുടെ പേര് രാജേശ്വരി പാപ്പമ്മ എന്നറിയപ്പെടും. ഒരു പാരമ്പര്യ നായർ ഫാമിലി ആയിരുന്നത് കൊണ്ട് ആ ഒരു വിശ്വാസ ജീവിതത്തിലാണ് എന്നെ വളർത്തിയതും ഞാൻ വളർന്നു വന്നതും. എന്റെ ചെറുപ്രായം മുതല് ഞാൻ അമ്പലവാസിയായിട്ട് ജീവിച്ചു വന്ന ഒരാളാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഓർമ്മയായ കാലം മുതല് എന്റെ പപ്പയുടെ മമ്മി എന്റെ അമ്മാമ്മ വന്ന് അമ്പലത്തില് ജോലി ആയിരുന്നത് കൊണ്ട് ഞാൻ കൊച്ചുനാൾ മുതല് അമ്പലവാസിയായിട്ട് വളരാനുള്ള കാരണം ഈ കൊച്ചിലെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഉണ്ണിയപ്പം, കടല ഇങ്ങനെയൊക്കെ അമ്മാമ്മ എനിക്ക് തന്ന്, അങ്ങനെ ഞാൻ സ്കൂള് വിട്ട് വന്നാൽ നേരെ അമ്മാമ്മയുടെ അടുത്ത് പോയി അങ്ങനെ വളർന്നൊരു ബാല്യകാലം എനിക്കുണ്ട്. അങ്ങനെ വളർന്നു വന്നത് കൊണ്ട് എനിക്ക് ആ ദൈവങ്ങളോട് ഭയങ്കര ഇഷ്ടവും ആ ദൈവങ്ങളെ ഒത്തിരി സേവിക്കുവാനുമായിട്ട് എൻ്റെ ആ ബാല്യകാലം മുതലേ ഞാൻ വളർന്നു വന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ ഭവന അന്തരീക്ഷത്തില് എനിക്ക് ഇളയത് 2 സഹോദരിമാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മക്കൾ ബാല്യകാലത്ത് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെതായ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ
പപ്പ എന്ന് പറയുന്ന ഒരു അന്നത്തെ കാലത്തെ അറിയപ്പെടുന്ന ഒരു നല്ല ഡ്രൈവർ ആയിരുന്നു, ഹെവി ഡ്രൈവർ ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറെ പോരായ്മകളൊക്കെ തന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ കുറെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ദൈവകൃപയാല് എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് അവിടെ വരെ എത്താൻ പറ്റിയത്. പക്ഷെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ജീവിച്ചു വരുന്ന കാലഘട്ടത്തില് ഈ ദൈവങ്ങൾക്ക് വേണ്ടിയും അമ്പലവും ആയതുകൊണ്ട് അന്ന് എന്റെ പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. ഞാനൊരു വിശ്വഹിന്ദു പരിഷത്തിന്റെ മെയിൻ ഒരാളായിട്ട് വളർന്നു. RSS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആളായിട്ട് വളർന്നു. BJP എന്ന് പറയുന്ന ഒരു സംഘടന. അങ്ങനെ ആ കാലഘട്ടം വളർന്നു വന്നപ്പോഴേ ആ ഒരു സ്പിരിറ്റിലായിരുന്നത് കൊണ്ട് മറ്റ് ദൈവങ്ങളോടോ മറ്റ് കാര്യങ്ങളോടോ ഒന്നും ഒരു അനുകമ്പയില്ല. എന്നാൽ എല്ലാ ദൈവത്തെയും ഞാൻ വിശ്വസിക്കുന്ന ആളായിരുന്നു. എനിക്ക് എല്ലാ ദൈവങ്ങളോടും ഇഷ്ടമായിരുന്നു. അമ്പലത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ മോസ്കിനോട് എനിക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളോട് ഇഷ്ടമായിരുന്നു. എല്ലാവരോടും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു നല്ല ഭക്തനായിട്ടാണ് കൊച്ചിലെ വളർന്നു വന്നത്. പിന്നെ എനിക്ക് അമ്പലത്തിൽ വേറൊരു ഇതുണ്ടായിരുന്നെന്ന് പറയുന്നത്, മെയിൻ പൂജാരിയുടെ കൂടെ അസിസ്റ്റന്റ്, നമ്മൾ പള്ളിയിൽ പറയാറില്ലേ കപ്പ്യാരെന്ന് പറയുന്ന പോലെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വരാൻ കഴിഞ്ഞതുകൊണ്ട് ചെറിയ ദൈവങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. നിങ്ങൾ വേറെ തെറ്റിദ്ധാരണയിൽ എടുക്കരുത്, കാരണം ഞാൻ പറയുന്നത് എന്റെ ബാല്യകാല ജീവിതങ്ങളാണ്. പിന്നെ അമ്പലത്തിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. സ്കൂൾ വിട്ടാൽ ഞാൻ വീട്ടിൽ പോകാറില്ല. അന്ന് വൈകിട്ട് അവിടുന്ന് ഇങ്ങനെ പ്രസാദങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട്, പിന്നെ അന്ന് ചില്ലറ പൈസ ഒക്കെ കിട്ടുമായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് അമ്മാമ്മയുടെ കൂടെ അമ്പലത്തിൽ വസിക്കുമായിരുന്നു. അന്ന് ഒരു വലിയ മാടൻ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തിന്റെ പിറക്കെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ രാത്രി കിടന്നുറങ്ങി രാവിലെ എണ്ണിക്കുമ്പോൾ ഈ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഞങ്ങളുടെ തലയ്ക്കും പാട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞങ്ങളുടെ അമ്മാമ്മ അതിനെ ഇങ്ങനെ തട്ടിയിട്ട് മക്കളെ പോകുന്നു പറയുമ്പോൾ അത് ഇഴഞ്ഞു പോകുമായിരുന്നു. അന്ന് അതൊക്കെ വളരെ കാര്യമായിട്ട് ദൈവങ്ങളെന്നുള്ള ഭക്തിയിൽ വരുന്നത് കൊണ്ട് ആ ഒരു വലിയ വിശ്വാസവും വളർന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ വലിയൊരു ഭക്തനായിട്ട് മാറി. ഭക്തൻ എന്ന് പറഞ്ഞാല് വർഷത്തിൽ 6 മാസം സാമിയാണ്. അത് സാധാരണ രീതിയിലൊന്നും അല്ല. വളരെ ഭക്തിയോടും വ്രതത്തോടും, എന്ന് വെച്ചാൽ ഈ 6 മാസവും മത്സ്യമാംസികളൊന്നും കഴിക്കത്തില്ല. വെജിറ്റേറിയൻ മാത്രമായിരിക്കും. വീട്ടിൽ പോകത്തില്ല. അമ്പലത്തിൽ തന്നെ കിടക്കും. 4 നേരം കുളിക്കണം. അതിരാവിലെ 4 മണിക്ക് എണ്ണിച്ച് ദൈവങ്ങളെ തൊഴണം. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ കാവടി തുള്ളൽ എന്ന് പറഞ്ഞ് ഒരു സംഭവമുണ്ട്. പാസ്റ്ററൊക്കെ കേട്ട് കാണും, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. അതിങ്ങനെ വളരെ വ്രതം എടുത്തിരുന്ന് കാവടി തുള്ളുന്നത് എന്തിനാന്ന് വെച്ചാൽ 12 അടി നീളമുള്ള ശൂലം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഈ കവിളിൽ കൂടെ കുത്തിക്കയറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എന്റെ കവിളിലെ പാടുകൾ കാണാം. അതിങ്ങനെ കവിളിൽ കൂടെ കുത്തി, നാക്കിൽ കൂടെ കുത്തി ഇറക്കി, ദേഹം മൊത്തം ഇതിങ്ങനെ കുത്തിയിട്ടിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ തെരുവോരങ്ങളിൽ നേർച്ചയായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അതിന്റെ 3ാം ദിവസം ഈ തീയിലൂടെ നടക്കുന്ന ഒരു ഇതുണ്ട്, ഒരു നേർച്ചയാണ് അത്. അതെല്ലാവർക്കും പറ്റത്തില്ല. അതില് തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ദേവനും ദേവിയും വസിക്കുന്നിടത്ത് പോയി നിന്നിട്ട് ഈ ചുമന്ന പൂവും വെള്ളപ്പൂവും അവിടെ വെക്കും. അതില് ഈ വെള്ളപ്പൂ കിട്ടുന്നവർക്ക് മാത്രമേ ആ വർഷം അതിൽ ഇറങ്ങാൻ അനുവാദമുള്ളൂ എന്നാ വിശ്വസിക്കുന്നുണ്ട്. ചുമന്ന പൂ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു ആചാരങ്ങൾ. അങ്ങനെ അത്ര തീവ്രമായ ഒരു ഹൈന്ദവ വിശ്വാസത്തിലാണ് ഞാൻ വളർന്നത്. എല്ലാ വർഷവും, ഒരു നാൾ മാത്രമല്ല. അതുപോലെ തന്നെ കൊല്ലത്തുനിന്ന് നടന്ന് ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എരുമേലി വഴി ഇങ്ങനെ നടന്ന് മല കയറി 1 ആഴ്ച 2 ആഴ്ച എടുക്കും തിരിച്ചു വരാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വളരെ ഭക്തിയായിട്ടും, പിന്നെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് ചുറ്റും എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ എല്ലായിടത്തും പോയി ഇങ്ങനെ ഭജന ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പം ഞാനിതൊക്കെ എന്റെ ബാല്യകാലം മുതൽ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ എല്ലാം ഞാൻ പോയിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തില് ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു രക്ഷയോ ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹമോ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്റെ അനുഭവമാണ്. ഞാൻ ആരെയും പിന്നെ ഒരു മതത്തെയും ഇതാക്കി പറയുന്നതല്ല. ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. അങ്ങനെ കുറെ കാലം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇത്രയൊക്കെ വലിയ ഭക്തനാണ്, നിന്റെ കവിള് കണ്ടാൽ തന്നെ എനിക്ക് വിഷമം തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇത് കഴിയുമ്പോൾ ആശ്വാസം കിട്ടുന്നത് ബാറിൽ പോവായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. ഈ സിഗരറ്റ് വലിക്കുമ്പോൾ അന്ന് എന്റെ വായിൽ കൂടെ അല്ല, മൂക്കിൽ കൂടെ അല്ല പുക പോകുന്നത്, എന്റെ കവിളിൽ കൂടെ.
അപ്പൊ ഇത് കാണാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്റെ അടുക്കിലേക്ക് ഓടി വരുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഇത് ഞാനിപ്പോ ഇത് പറയുന്നത് അന്ന് എനിക്ക് ഇതൊക്കെ എന്തോ ക്രെഡിറ്റ് ആയിട്ട് തോന്നിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വലിയ ഭക്തനൊക്കെ ആണല്ലോ. അപ്പൊ അമ്മയ്ക്കും വലിയ ഭക്തിയൊക്കെയാണ്. അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, പള്ളികളിൽ പോകാറുണ്ട്, അമ്പലത്തിൽ അമ്മ ഭയങ്കര ഭക്തിയാണ്. അമ്മയ്ക്ക് ഭയങ്കര നേർച്ചയും അതുപോലെ തന്നെ ബലിയും ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഒത്തിരി ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളും ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ബലി കൊടുക്കുന്ന സ്ഥലമുണ്ട്, മാസത്തിലൊക്കെ അവിടെ പോകുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കുറെ നാൾ മാറേണ്ടി വന്നു, എന്റെ അപ്പച്ചിയുടെ ഭവനത്തിലേക്ക്. അന്ന് അവിടെ ഇതുപോലെ ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വന്നപ്പോൾ ഏകദേശം ഈ അമ്മ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോ ഒരു ദിവസം എനിക്ക് അമ്മ പറഞ്ഞ വാക്ക് കേട്ടോണ്ട് ഒരു ധ്യാനത്തിനൊന്ന് കൂടണമെന്ന് തോന്നി. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ പോട്ടോ ആശ്രമത്തില്, അതായത് 89 ആ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പോട്ടോ ആശ്രമത്തിലെ അച്ഛന്മാര് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പള്ളികളിൽ ധ്യാനം നടത്തും. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്നതിന്റെ കുറച്ചടുത്ത്, അപ്പൊ എന്റെ ചുറ്റും ഞാനന്ന് താമസിക്കുന്നതെന്ന് പറയുന്നത് മൊത്തം കത്തോലിക്കരും മറ്റ് മതക്കാരും ഒക്കെ ഉള്ള ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് ഈ പള്ളികളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ക്രിസ്മസ് ആയാലും ഒക്കെ എല്ലാത്തിനും പോകുമായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ അപ്പോഴും ജീനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം RSS എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാരെ അത്ര ഇതായിട്ട്, പക്ഷെ ഈ RSS എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധാരണയായിട്ട് ചിന്തിക്കരുത്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയ സേവാ സംഘം എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളത്, ആരെ ഉപദ്രവിക്കണമെന്നുള്ളതല്ല. പക്ഷെ അന്നത്തെ ചെറുപ്പത്തിലെ സ്പിരിറ്റ് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പോയി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരിക്കലും ദൈവങ്ങൾ അത് ആഗ്രഹിക്കുന്ന കാര്യമല്ല. അത് മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ധ്യാനം, ഞാൻ അന്ന് ഈ കാവടി തുള്ളലെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഈ കവളൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന സമയത്ത് ഞാനൊരു സിഗരറ്റും ഒക്കെ വലിച്ചിങ്ങനെ ഒരു തെങ്ങിന്റെ മൂട്ടിൽ പോയി നിന്ന് ഇങ്ങനെ ധ്യാനം എന്താന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ അച്ഛൻ മൈക്കിൽ കൂടെ അന്ന് പ്രസംഗിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ കഥയായിരുന്നു. ആ ധൂർത്തപുത്രന്റെ കഥ അന്ന് അച്ഛൻ വളരെ വിശദമായിട്ട് വിശദീകരിച്ചപ്പോൾ എന്റെ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങല് തോന്നി. കാരണം അതുവരെ എനിക്ക് അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ഒരു പാപിയെ തേടി വരുന്ന ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന്റെ അടുത്ത് ഏത് പാപി വന്നാലും അവരെ സ്നേഹിക്കുമെന്നും ആ ദൈവം അതാണ്. അപ്പൊ അന്ന് വരെ എനിക്ക് ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇവരിങ്ങനെ ക്രൂശ് വരയ്ക്കും, ഇതെല്ലാം ചെയ്യുമെങ്കിലും ഇവര് വെള്ളം അടിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, യേശു എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. പക്ഷെ അതൊരു രക്ഷകനാണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ആ മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് നടത്തി. അപ്പൊ ചോദിക്കാതെ എന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും അതൊരു മനസ്സിലാവാത്തൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, തെങ്ങും ചാരി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന സഹോദര, അത് പാവമാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ ആ സ്റ്റേജിന്റെ ബാക്കിലാണ് നിൽക്കുന്നത്, ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലല്ല. അപ്പം ആ കാര്യത്തില് എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പൊ തന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്നും കളഞ്ഞു. എന്റെ കയ്യിലിരുന്ന ആ സിഗരറ്റൊക്കെ എടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു. കാരണം എന്റെ ചുറ്റും കുറെ പിള്ളേർ നിൽപ്പുണ്ട്, എന്റെ ഈ കോപ്രായം കാണാൻ, എന്റെ ഈ കവളിയിൽ കൂടെ പുക പോണത് കാണാൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം. അന്ന് ഞാൻ വെള്ള ഷർട്ടും കാവി മുണ്ടും ഉടുത്തിരിക്കുന്നത്. എനിക്കൊരു സംശയം, ഇദ്ദേഹം എന്താ പറഞ്ഞത്. അപ്പൊ എന്റെ കയ്യിലൊരു 6-7 ചരടുണ്ട്, എന്റെ നെറ്റിയിൽ 4 കുറിയുണ്ട്, എന്റെ ശരീരത്ത് മൊത്തം മാലയുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹം ആരാന്ന് കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു കറുത്ത ഒരു അച്ഛനാണ്. അദ്ദേഹത്തിന്റെ പേര് ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ. അപ്പം എനിക്ക് അന്ന് അദ്ദേഹത്തിന്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനിത് ദൂരെ നിന്ന് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ അടുത്ത് വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ നിനക്ക് വല്ല മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എനിക്കൊന്നും പിടികിട്ടില്ല. എന്താ നീ അവിടെ വന്ന് നിന്നപ്പോ തന്നെ കർത്താവ് നിന്നെ കാണിച്ചു തന്നു. എനിക്കൊരു അതിശയമായിട്ട് തോന്നി. കാരണം ഞാനും കർത്താവുമായിട്ടൊരു ബന്ധവുമില്ല, കർത്താവിനെ എങ്ങനെ എന്നെ അറിയാം? അപ്പൊ എന്റെ മനസ്സിൽ കൂടെ പോയ കാര്യമില്ല. പിന്നെ അദ്ദേഹം ഒരു പുരോഹിതനായതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ തർക്കിക്കാനൊന്നും നിന്നില്ല. അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് നിന്നു. പക്ഷെ അത് എന്റെ ജീവിതത്തില് ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയി യേശുവിനെ അറിയാനായിട്ട്. അങ്ങനെ ആ ധ്യാനം എല്ലാ ദിവസവും ഞാൻ പോയി ദൂരെ മാറി ഇരുന്ന് ആ ധ്യാനം കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ഒറ്റ ധ്യാനം കൊണ്ട് ഞാന് ഇവരുടെ എല്ലാ ധ്യാനത്തിനും പങ്കെടുക്കുവാനും അവിടുത്തെ അച്ഛന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാകുവാനും, അപ്പൊ തന്നെ ഞാൻ അമ്പലത്തിലും പോകും, ധ്യാനത്തിനും പോകും. അപ്പൊ ഇവിടെ വേറൊരുത്തിയൊന്നും ഇവർ പഠിപ്പിച്ചിട്ടില്ല. എന്താ കർത്താവിന്റെ ഇതൊന്നൊന്നുമല്ല. അപ്പം എല്ലാവരും കൂടുന്നുണ്ട്. ആദ്യം 1.5 മണിക്കൂർ കൊന്ത ചൊല്ലും. അത് കഴിഞ്ഞ് പിന്നെ അനേകർക്ക് ധ്യാനം കൂടിപ്പിക്കുന്നു. പക്ഷേ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പോകുന്നത് ബാറിലോട്ടാണ്.
അപ്പൊ ഇത് എന്നെ അങ്ങോട്ട് ഒത്തും മനസ്സിലാക്കത്തില്ല. എങ്കിലും ഞാൻ ഇവരുടെ കൂടെ അങ്ങ് ഈ ഭക്തി ഉള്ളത് കൊണ്ട് ഇവിടെ കൂടെ അങ്ങ് ആയപ്പോഴത്തേക്ക് ഇവരെന്നെ സാക്ഷ്യം പറയാനൊക്കെ ആയിട്ട് പലയിടത്ത് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഒത്തിരി സ്റ്റേജുകളിൽ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗം പഠിക്കുന്നത്. അങ്ങനെ അവര് സാക്ഷ്യത്തിന് എന്നെ കൊണ്ട് അനേകർ എന്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തില് ഞാൻ ഒത്തിരി എല്ലാ ധ്യാനത്തിനും എവിടെ ധ്യാനം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കും. ഞാൻ അവിടെ ചെല്ലും, ഒരാഴ്ച അവിടെ കൂടെ ആയിരിക്കും. പിന്നെ ഒരു വലിയ ഗുണം ഉണ്ടായിരുന്നു ആ ധ്യാനം കൂടലിന്. ഞങ്ങൾക്ക് പ്രത്യേക ഒരു സജ്ജീകരണങ്ങളാണ് പ്രാർത്ഥനയ്ക്കും അതേണക്ക് കൗൺസിലിങ്ങിനും. പിന്നെ മഠത്തിലാണ് ഞങ്ങൾക്ക് നല്ല ശാപ്പാട് കിട്ടുമായിരുന്നു. നല്ല ഫുഡാണ് മഠത്തിൽ നിന്ന് തരുന്നത്. അപ്പൊ അങ്ങനെ 3 വർഷക്കാലം ഞാൻ ആ ഒരു ബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഫാദർ മാത്യു നായ്ക്കൻ പറമ്പൽ, ഫാദർ കുര്യാക്കോസ്, ഫാദർ മഞ്ഞൂരാൻ, ഇങ്ങനെ കുറെ അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധമായി. അങ്ങനെ അവരുമായിട്ട് ബന്ധമായപ്പോഴും ഞാൻ ഈ അമ്പലത്തിൽ പോക്കൊന്നും കുറച്ചില്ല. പക്ഷെ എനിക്ക് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ കുറെ മാറാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് ഇവരുമായിട്ട് വലിയ ബന്ധമായി ഒത്തിരി അടുത്ത് ധ്യാനം കൂടാനൊക്കെ പോയി. അപ്പൊ ഞാൻ മണിക്കൂർ കണക്ക് നിന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്നുള്ള 1000 മണി ജപം ഞാനിങ്ങനെ മണിക്കൂർ കണക്ക് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ അന്നത്തെ കാലഘട്ടത്തില് 58 ദൈവങ്ങളുണ്ടായിരുന്നു. 12 ദൈവമല്ല, 58 പേരുണ്ടായിരുന്നു. എന്റെ ഒരു ചെറിയ വീടായിരുന്നു. ആ പ്രാർത്ഥനാ മുറിയില് 58 ദൈവങ്ങളുണ്ടായിരുന്നു. അതില് ഒരു 10 ഫോട്ടോ എങ്കിലും യേശുവിന്റെ ആയിരിക്കും, മറിയത്തിന്റെ ഒക്കെ ആയിരുന്നു. മറിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മറിയത്തിന്റെ ഫോട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറെ കാലമായപ്പോ ഈ 3-ാം വർഷമായപ്പോ ഇവരെന്നോട് പറഞ്ഞു, നീ ഇപ്പൊ എല്ലാം മനസ്സിലാക്കുന്നുണ്ടല്ലോ, നിനക്ക് അപ്പം മാമോദീസ ഗുണം തോന്നുന്നില്ലയോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അതല്ല, നീ ഇപ്പം പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, നീ സാക്ഷ്യം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു വിഷമം, ഞങ്ങളെല്ലാം കുർബാന എടുക്കുമ്പോൾ നീ മാത്രം മാറിയിരിക്കുന്നതില് ഞങ്ങൾക്ക് വിഷമം. അപ്പൊ എന്റെ ബാല്യകാലത്ത് ഞാൻ ഇങ്ങനെ വിശ്വാസിച്ച് വന്നതുകൊണ്ടും എന്റെ മുഖത്തെല്ലാം ഈ പാടുകൾ ഉള്ളതുകൊണ്ടും പിന്നെ അവരും എന്നെ വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ നീ വരുന്നില്ല, എന്താ എല്ലാ വർഷവും കാവടി ഉണ്ട്, നീ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചാൽ അവരും കിടന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ശാഖക്കാര് തിരക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനൊന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ അങ്ങ് മാറി. അപ്പൊ ഞാൻ ഈ 3 വർഷം ഒരു കത്തോലിക്കനായിട്ട് ഈ മാതാവിനെയും സ്തുതിച്ച് പുണ്യാളന്മാരെ സ്തുതിച്ച് യേശുവിന്റെ വചനം. പക്ഷെ അന്ന് എനിക്ക് ഇത് കറക്റ്റായിട്ട് അന്ന് ഞാൻ വായിക്കുന്ന POC ബൈബിളാണ്. പക്ഷെ POC ബൈബിളിന്റെ ഒരു വലിയ ഗുണമുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ POC ബൈബിൾ തന്നെ വായിക്കണം. അതിനകത്ത് വായിക്കാൻ പാടില്ലാത്ത 7 പുസ്തകമുണ്ട്, അത് നിങ്ങൾ വായിക്കേണ്ട. പക്ഷെ ആ 66 പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശു പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഓരോ വാക്കുകളും വളരെ വ്യക്തമായിട്ട്, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മലയാളം സ്ഫുടമായിട്ട് എഴുതിയിരിക്കുന്നത് POC ബൈബിളിലാണ്. ആദ്യകാലം നമ്മൾ ഉൽപ്പത്തി മുതല് മലാക്കി വരെ വായിച്ചാൽ അവിടെ ഒന്നും, പക്ഷെ അതിനകത്ത് 2 പുസ്തകം കേട്ടിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പുണ്യാളന്മാർക്കുള്ള ഇതൊന്നും കർത്താവ് പറഞ്ഞതല്ല. ഞാൻ തുറന്നങ്ങ് നിങ്ങളോട് പറയുക, ഞാൻ ഇതിൽ നിന്ന് പഠിച്ച ആളായതുകൊണ്ടും അവരുടെ അകത്തുണ്ടായിരുന്നത് കൊണ്ടോ ഞാനിത് പറയുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ അച്ഛന്മാരോട് ചോദിക്കാൻ ഇടയായി തീർന്നു. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഈ ബൈബിളിൽ പറയാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ പ്രസംഗിക്കുന്നത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, നമുക്ക് സഭയ്ക്കൊരു ചട്ടക്കൂടുണ്ട്, നമുക്കൊരു കൗൺസിലുണ്ട്, അവർ വെച്ചിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്, അതിനപ്പുറത്തോട്ട് നീ ഒന്നും ചിന്തിക്കേണ്ട, നിന്നോട് പറയുന്ന മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്കൊന്നും സംസാരിക്കാനായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ എല്ലാ വർഷവും വേളാങ്കണ്ണി പോകുമ്പോഴും ഇത് തന്നെ, അവിടെ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഈ അച്ഛനോടൊക്കെ ചോദ്യം ചോദിക്കും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അന്ന് ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്ന, അതായത് ഈ കത്തോലിക്കൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ സിഗരറ്റ് വലി നിർത്തി, എന്റെ മദ്യപാനം നിർത്തി, ഇതെല്ലാം നിർത്തി ഞാൻ വളരെ വിശ്വസ്തനായിട്ട് കർത്താവിന്റെ ആ വചനം എനിക്ക് മനസ്സിലായി. കാരണം ഇത് പാപമാണെന്ന് കേട്ടപ്പോൾ നിർത്തിയതാ. പക്ഷെ ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു സത്യം തുറന്നു പറയുക. ഞാന് പിന്നെ വേളാങ്കണ്ണി ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്നെ ഒത്തിരി വേദനിപ്പിച്ചത്. അച്ഛൻ ഒരു മലയാളം കുർബാന, പേരൊന്നും ഞാൻ പറയത്തില്ല, മലയാള കുർബാന ചൊല്ലുന്ന ഒരു അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞപ്പം അൾത്താരയിൽ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് മുറിയിൽ ചെന്നു. മുറിയിൽ ചെന്ന ഉടനെ തന്നെ ഈ അച്ഛൻ ഒരു വലിയ സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ ചെയ്യുന്നേ? അപ്പൊ പറഞ്ഞടാ മോനെ, ഞാൻ അൾത്താരെ നിൽക്കുമ്പോഴേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന്. പക്ഷെ അന്നത്തെ നിങ്ങൾ ഓർക്കണം, വർഷം ഇത്രയായിട്ട് എന്റെ മനസ്സിൽ അത് മായാതെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതൊന്നും അല്ല കർത്താവ് പഠിപ്പിച്ചത്. ഞാൻ ഒരു മതത്തെ ബന്ധപ്പെടുത്തുകയല്ല, ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ആ ഒരു രീതിയിൽ എടുക്കരുത്. പക്ഷെ യേശു പഠിപ്പിച്ച ഉപദേശം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയെന്ന. അപ്പം ഞാൻ അന്നേ പഠിച്ച കാര്യമാണ്, ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാണ്. അപ്പം ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തില് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് യേശു നമ്മളെ അനുഗ്രഹിക്കുന്നത്.
അപ്പൊ ഞാൻ ആ അനുഭവം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, വേദപുസ്തകമാണ് ക്രിസ്ത്യാനിറ്റി. അതിനപ്പുറത്തോട്ട് മതമില്ല. യേശുവിന് മതമില്ല, യേശുവിന് മറ്റാരെയും കുറിച്ച് ഒന്നുമില്ല. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം ഇതേ ഉള്ളൂ: നിന്നിലുള്ള മനുഷ്യൻ, അതായത് പാപിയായിരിക്കുന്ന മനുഷ്യൻ മരിക്കണം, എന്നിട്ട് ജീവനുള്ള മനുഷ്യനായി നീ തീരണം. ഇതാണ് യേശുവിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ആ കാലഘട്ടം. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഇവരെന്നോട് മാമോദീസ മുങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ആധികാരികമായിട്ട് ചിന്തിച്ചു, ബൈബിള് വീണ്ടും പഠിക്കാൻ തുടങ്ങി. മാമോദീസ എന്ന വാക്ക് ബൈബിളിൽ ഇല്ല. അപ്പൊ ഞാൻ പഠിച്ചപ്പോൾ POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ജ്ഞാനശാനം എന്നുള്ള വാക്കാണ്. അപ്പൊ ഞാൻ ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി ആധികാരികമായിട്ട് പറയാൻ സമയം എനിക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത്, അതിനേക്കാൾ എനിക്ക് ഇന്ന് ലോകരക്ഷിതാവായി യേശു ക്രിസ്തുവിനെ ആമീൻ പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഈ വെളിച്ചത്തിന്റെ കാലഘട്ടത്തിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ കർത്താവ്. അപ്പം ഞാൻ അനേക ദൈവങ്ങൾക്ക് വേണ്ടി നടന്നൊരു വ്യക്തിയാണ്. എൻ്റെ അധ്വാനം ഒത്തിരി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കയറാത്ത മലകളില്ല. നിങ്ങൾ ഏത് മലയെക്കുറിച്ച് ചോദിച്ചാലും എനിക്ക് പറയാൻ കഴിയും. തമിഴ്നാട്ടിൽ ഏതൊക്കെ മലകളുണ്ടോ ആ മലകളെല്ലാം കയറി ഇറങ്ങി. അതുപോലെ തന്നെ ഈ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടോ ഇങ്ങേറ്റം കുരിശുമല, നിങ്ങൾക്കറിയാമല്ലോ, മറ്റു ഭാഗത്തെ വീട്, അവിടെയും ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങിയാണ്. പക്ഷെ ഇതൊന്നും ഈ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമല്ല എന്ന് എന്റെ കണ്ണ് തുറപ്പിച്ചതും ഈ ബൈബിൾ തന്നെയാണ്. അങ്ങനെ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന സമയത്ത് ആ 3 വർഷക്കാലം കൊണ്ട് കത്തോലിക്ക വിശ്വാസം എന്താണെന്നും അതിന്റെ അടിസ്ഥാനം എന്താണെന്നും പഠിക്കാൻ കഴിഞ്ഞപ്പോൾ എന്റെ വിശ്വാസ ജീവിതം തുടങ്ങുന്നത് അവിടെയാണ്. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്തായാലും അച്ഛന്മാര് പറഞ്ഞതല്ലേ, അപ്പം കുർബാന എടുത്തെങ്കിലേ കർത്താവുമായിട്ട് ചേരാൻ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ഏറ്റവും വിരോധം ആരെടുത്തായിരുന്നു അറിയാമോ? പെന്തക്കോസ്തുകാരോടായിരുന്നു. കേട്ടോ, ഞങ്ങളെ പഠിപ്പിക്കുന്ന മെയിൻ ഉപദേശം എന്ന് പറയുന്നത്, അമ്മയില്ലാത്തവരെ വീട്ടിൽ കയറ്റരുത്. ഇതാണ് ഞങ്ങൾക്ക് തരുന്ന മെയിൻ അച്ഛന്മാര് തരുന്ന ഉപദേശം. അച്ഛന്മാർ എപ്പോഴും പറയും, നീ എവിടെ പോയി പ്രസംഗിച്ചാലും ഈ ഒരു കാര്യം പറയാൻ മടിക്കരുത്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആദ്യം പ്രസംഗിക്കുന്നത്, മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ പറയും, നിങ്ങൾ ഒരു കാരണവശാലും അമ്മയില്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റരുത്, നമുക്കത് യോഗ്യമല്ല എന്ന്. അതുകൊണ്ട് ഈ ഒത്തിരി ആൾക്കാരെ എനിക്ക് ആ കത്തോലിക്ക വിശ്വാസത്തിൽ, അന്നേ ചെറുപ്പക്കാരെയൊക്കെ മദ്യപാനികളും ഈ സിഗരറ്റ് വലിച്ച് നടക്കുന്നവരെയും മോശപ്രവൃത്തി ചെയ്യുന്നവരെയും തീർച്ചയായിട്ടും കള്ളന്മാരെ പോലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങള് കോട്ടയത്ത് പാലയിൽ ഒരു കന്യാസ്ത്രീ മഠമുണ്ട്, അവിടെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഒത്തിരി പേരെ ആ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ അന്ന് ദൈവം എന്നെ ആ ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിച്ചു. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ ഈ ദൈവങ്ങൾക്കെല്ലാം എല്ലാ ദിവസവും തിരികത്തിക്കുകയും മാലയിടുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എല്ലാം ചെയ്യും. കാര്യം അവിടെ ചെയ്യണ്ടെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു കാര്യം എന്നെ വളരെ ചിന്തിച്ച സമയത്ത് ഞാൻ അന്ന് രാത്രി കർത്താവ് എന്നോട്, ഞാൻ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ മാമോദീസ എന്ന വാക്ക് ബൈബിളിലില്ല, ജ്ഞാനശാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ജ്ഞാനം വന്നതിന് ശേഷം ശാനപ്പെടണമെന്നാണല്ലോ ബൈബിള് പറയുന്നത്. ഇതിന്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിന്റെ ബാക്കിൽ താമസിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ, പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് വചനം കേൾക്കാൻ. അമ്മ അദ്ദേഹത്തെ പിടിച്ചിട്ട് ചായ കൊടുക്കും, വചനം കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ വചനം പറയുന്ന ഒരാൾ, പിന്നെ ഈ പുള്ളി എന്തോ എന്നോട് പറയാനെന്നുള്ള ചിന്തയായിരുന്നു എൻ്റേത്. അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹത്തെ ഞാൻ കോളറിനെ പിടിച്ച് പുറത്തു തള്ളി വിട്ട സമയങ്ങളുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം എന്നെ കാണുമ്പോൾ ചിരിക്കും, എന്നോട് സ്നേഹമായിട്ട് ഇടപെടും. അങ്ങനെ വന്നപ്പോ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ ബൈബിളില്, എന്റെ ബൈബിളിൽ ഇരിക്കുന്ന ജ്ഞാനശാനം നിങ്ങൾ എന്തോ അതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. ജ്ഞാനം വന്നതിന് ശേഷം ശാനപ്പെടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശാനപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ ഗുണമാണ്? ഞാനിപ്പോ അതല്ല, മാനസാന്തരം വേണം, രക്ഷ പ്രാപിക്കണം, ഇതിന്റെ രണ്ടിന്റെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാനപ്പെടാൻ അവസരമുള്ളൂ. അങ്ങനെ എന്നോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം പഠിക്കാൻ പറഞ്ഞു. ഞാനത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള, പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്നത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇപ്പോഴും ആ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്, സർപ്പസന്തതിയാണല്ലോ എന്ന്. കാരണം യോഹന്നാൻ വിളിച്ചൊരു ഒരു ഭാഷയാണത്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് ആര്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ 3 പ്രാവശ്യം ആ രാത്രി ഇരുന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ഗലീലയിൽ നിന്ന്
അവിടെ വ്യക്തമായ അതിനകത്തുണ്ട് 150 മൈല് കർത്താവ് നടന്നു വന്നു എന്നുള്ളത് ആ ബൈബിളിന്റെ ഓരോ ഇൻട്രൊഡക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നടന്നു വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ ജോർദാനിൽ ഇറങ്ങി ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്നെ വളരെ ടച്ച് ചെയ്തപ്പോ ഞാൻ പിറ്റേന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇന്ന് ഞാൻ മാമോദിസ, അങ്ങനെ തന്നെ പറഞ്ഞു, മാമോദിസ സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല ക്യാഷ് ഉള്ള ടീം എനിക്ക് വേണ്ടി എന്റെ തലോട്ടപ്പനും തലോട്ടമ്മയായിട്ട്, അന്ന് എന്റെ ഭയങ്കര ദാരിദ്ര്യ സമയമാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും മുമ്പോട്ട് വന്ന് ഞങ്ങള് തലോട്ടപ്പനും തലോട്ടമ്മയാവാന്ന്. അത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് വിശ്വാസം. തലോട്ടപ്പനും തലോട്ടമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ശാനപ്പെടുമ്പോൾ എനിക്ക് വേണ്ടി തലേ കൈവച്ച് എന്റെ മാമോദീസയ്ക്ക് വേണ്ടി അവരാണ് ഏറ്റു പറയുന്നത്. അതിനാണ്. പക്ഷെ പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ വിശേഷം വരുമ്പോഴൊക്കെ അവരാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. ഇതാണ് തലോട്ടപ്പനും തലോട്ടമ്മ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരെനിക്ക് പുതിയ ഉടുപ്പ് കാര്യങ്ങളെല്ലാം മേടിച്ചു തന്ന് വെച്ചിരിക്കുക. അപ്പൊ ഞായറാഴ്ച ഇങ്ങനെ തീരുമാനം എടുത്ത സമയത്ത് ഞാൻ അതിരാവിലെ ചെന്ന് ഫാദർ ആന്റണി, അന്ന് തുയ്യത്ത് പള്ളി എന്ന് പറയും ഞങ്ങളുടെ കൊല്ലത്ത്, അച്ഛനോട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാന് മാമോദിസ മുങ്ങുന്നില്ല, എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാനാണ് ഇഷ്ടമൊന്നും. ഉടനെ പുള്ളി എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്ക് ഇന്ന് എന്റെ ഹൃദയത്തിലൊരു വേദനയാണ്. നീ നിന്റെ ജീവിതത്തിൽ ഇനി കൊണപ്പെടത്തില്ല, ഇറങ്ങിപ്പൊയ്ക്കോടാന്ന്. മേലെ ഈ പള്ളിക്കകത്ത് കയറി പോരുന്നു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞോളൂ. എന്നിട്ട് അദ്ദേഹം അന്നത്തെ ആദ്യത്തെ കുർബാനയ്ക്ക് രാവിലെ 6:30 മണിക്കുള്ള കുർബാനയ്ക്ക് പറഞ്ഞു, എന്റെ പേര് രാജേന്ദ്രൻ, സ്കൂളിലെ പേര്. അപ്പൊ രാജു എം പോൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പറഞ്ഞു, രാജു എം പോള് അല്ലെങ്കിൽ രാജേന്ദ്രൻ, അതുകൂടെ എടുത്തു പറഞ്ഞു, ഇനി മേലിൽ നമ്മുടെ ആരുടെയും വീട്ടിൽ കയറ്റിയേക്കരുത്, അവൻ ഇന്ന് മുതൽ തള്ളയില്ലാത്തവനായിരിക്കാം. എനിക്കത് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പൊ കുർബാനയ്ക്ക് ഞാനും ഇരിപ്പുണ്ട്. എല്ലാവരും എന്നെ ഒരുമാതിരി എന്തോ ഞാൻ വലിയ ഭീകരം ചെയ്തതുപോലെ എല്ലാവരും എന്നെ, അതുവരെ ബ്രദറെ എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവർ, എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ചാപ്പാട് തരുന്നവര് എന്നെ കല്ലെറിയുന്ന രീതിയിൽ നിൽക്കുക, തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് അവരങ്ങ് അറാസ് ചെയ്തു. ആ 3 കുർബാനയ്ക്കും ഇത് പറഞ്ഞു. ഫോട്ടോയിൽ അച്ഛന്മാരെ വിളിച്ചു പറഞ്ഞു. എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. കാരണം ആ ഏരിയയിൽ ഒരു 100-100 വീടിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അവരെല്ലാം എന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തള്ളിക്കളഞ്ഞു. ഇതെന്നെ മാനസികമായിട്ട് ഒത്തിരി പ്രയാസത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ഇന്നലെ വരെ എന്നെ സ്നേഹിച്ചവർ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഈ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. പക്ഷെ അന്ന് കൊണ്ട് എന്റെ ആ ജീവിതത്തിന് ഒരു വലിയ കോട്ടം സംഭവിച്ചു. ഞാനൊരു അബോധാവസ്ഥയിലാവുന്ന രീതിയിൽ ആയി തീർന്നപ്പോ ഞാൻ കോളറിന് പിടിച്ച് തള്ളിക്കളഞ്ഞ ഈ ദൈവദാസൻ എന്നെ തേടി വന്നിട്ട് എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ വളരെ എൻകറേജ് ചെയ്തു. എന്നോട് പറഞ്ഞു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാ സഹോദരൻ, അല്ലാതെ ഒന്നുമല്ല. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, നിങ്ങൾ അത് വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസം ഒന്നും പോയിട്ടില്ല. നിങ്ങൾ യേശുവിന് വേണ്ടി നിന്നതും കർത്താവ് നിങ്ങളെ കണ്ടതുകൊണ്ടുപോയി ഇന്ന് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് അതപ്പതിച്ചു പോയി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും എന്റെ കൂടെ വന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, എന്റെ അവസ്ഥ ഞാൻ പഴയതുപോലെ ആയിപ്പോയി, ഞാൻ പഴയ മനുഷ്യനായിപ്പോയി ആ ഒറ്റ ദിവസം കൊണ്ട്. ഇനി ആ പഴയ മനുഷ്യനാകരുത്, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി, അന്ന് ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഒത്തിരി എന്നെ ഇദ്ദേഹം ഉപദേശിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ വെള്ളിയാഴ്ച കൊല്ലത്ത് ഒന്ന് വരണം. അന്ന് ഞാൻ കാവനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു കൂട്ടായ്മയ്ക്ക് ഒന്ന് വരണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം വളരെ നിർബന്ധിച്ച് കൊല്ലത്ത് ഒരു കൂട്ടായ്മയ്ക്ക് വിളിച്ചുകൊണ്ട്, കൂട്ടായ്മയ്ക്ക് ചെല്ലുന്നിടത്തെന്ന് പറയുന്നത് അന്ന് വരെ ആയിരക്കണക്കിന് പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച ഞാൻ, കൂട്ടായ്മയ്ക്ക് നടന്ന ഞാൻ ചെന്നപ്പോ ഒരു 10 പേരിരിക്കുന്ന ഒരു ഷട്ടർ ഇട്ട ഒരു കടയായിരുന്നു അത്. അവർ വാടകയ്ക്കെടുത്ത് ആരാധന നടത്തുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ അവിടെ ദേവദാസൻ നല്ല രീതിയിൽ ആരാധിക്കുന്നു, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ എന്നെ പരിചയപ്പെടുത്തിയപ്പോ അവിടെ ഇരുന്ന് ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞായറാഴ്ച അവരോട് പോയിരുന്ന് ആരാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു 21 days ഫാസ്റ്റിംഗ് അവിടെ ആരംഭിക്കുവാൻ തുടങ്ങി. അവരാരും എന്നോട് പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്ന് 21 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ ഉപവാസം എന്താണെന്ന് പഠിക്കുന്ന അന്നാണ്. ആ 21 ദിവസം അവിടെ ഇരുന്ന് ഉപവസിക്കാൻ തുടങ്ങി. ആ ഉപവാസം നടക്കുന്ന സമയത്തും വീട്ടില് ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഉപവസിക്കുന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ ഒരു ധ്യാനത്തിനാണെന്ന് പറഞ്ഞിട്ട് 21 ദിവസം ആ അവിടെ തന്നെ ഇരുന്ന് ഉപവാസം കഴിഞ്ഞു. 21ാമത്തെ ദിവസമാണ് പുറത്തിറങ്ങുന്നത്. അതുവരെ റൂട്ടിൽ പോലും പോയില്ല. പക്ഷെ 3ാമത്തെ ദിവസം വന്ന ദേവദാസൻ കല്ലുമല കുഞ്ഞിച്ചായനായിരുന്നു.
അദ്ദേഹം ഇന്ന് നിത്യതയിലാണ്. അദ്ദേഹം വന്ന് ആർക്കും ദൂത് പറഞ്ഞില്ല. ഞാനിങ്ങനെ ഇരിക്കുക മുട്ടുമേലെ. എന്നോട് വന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. കുഞ്ഞെ, നിന്നെ ഇന്ന് അറിയപ്പെടുന്ന പേരിൽ തന്നെ കർത്താവ് ലോകത്തിന്റെ 5 വൻകരയിലും അറിയിക്കുന്ന ഒരു കാലം വരും. നീ കർത്താവിന് വേണ്ടി നിൽക്കണം. കർത്താവ് നിന്നിലൂടെ അനേകരെ നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഒത്തിരി എന്റെ ജീവിതാനുഭവം കംപ്ലീറ്റ് ഒരു പുസ്തകത്തിൽ എഴുതി പറയുന്നത് പോലെ അദ്ദേഹം പറയാൻ തുടങ്ങി. ഞാൻ ആരായിരുന്നുവെന്നും എന്റെ ജീവിതം എന്തായിരുന്നെന്നും ഇപ്പൊ നീ ഇവിടെ വന്നിരിക്കാനുള്ള അവസ്ഥ എന്താണെന്നും ഒക്കെ അദ്ദേഹം ദൂത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ടാ പെന്തക്കോസ്തിൽ പോയിരുന്ന് ഇങ്ങനെ ഒരു കാര്യം. അന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഇത്രയും നാൾ എന്തോ ആയിരുന്നു, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പ്രസംഗിച്ച കത്തോലിക്ക ബൈബിളാണ് കറക്റ്റ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോ എന്നെ ഒത്തിരി പ്രയാസപ്പെട്ടു. ഞാൻ കരയായിരുന്നു. വേറെ ആർക്കും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ ഇന്ന് എന്റെ പേര് രാജേന്ദ്രൻ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ദൂതാണ്. അല്ലെങ്കിൽ എന്നെ എല്ലാവരും രാജുവും പോളെന്നുള്ള രീതിയിലേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ കർത്താവിന് മതമോ പേരോ മാറ്റാനല്ല കർത്താവ് പറഞ്ഞത്. ഇന്നിപ്പം എന്നെ കേൾക്കുന്നവർ എന്നെ ഈ രാജ്യം എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ തോന്നത്തില്ല. അത് ദൈവം ആഗ്രഹിക്കുന്നു, അത് തന്നെയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ദൂത് പറഞ്ഞിട്ട് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ 21 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കത്രിമേശ എടുക്കാൻ തുടങ്ങി. എനിക്ക് മാത്രം തരുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ബൈബിൾ പ്രസംഗിച്ചത് കൊണ്ടായില്ല, ഞാൻ മാനസാന്തരപ്പെട്ടത് കൊണ്ടായില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് മാത്രമേ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ എന്നൊരു ബോധ്യം അന്ന് എൻ്റെ ആ ചെറുപ്രായത്തിൽ എൻ്റെ മനസ്സിൽ വന്നു. അപ്പൊ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അവിടുത്തെ പാസ്റ്റർ പോലും എന്നോട് ശാനപ്പെടണമെന്നോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശാനപ്പെട്ടിട്ട് വന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടുന്ന് കണ്ണുനീരോട് ഇറങ്ങിപ്പോയി. അതിന്റെ 3-ാമത്തെ ദിവസം, അന്ന് കൊട്ടാരക്കരയാണ് കൊല്ലത്തിന്റെ സെന്റർ എന്ന് എനിക്കറിയാം. അതിന്റെ 3-ാമത്തെ ദിവസം ഞാൻ ആരോടും പറയാതെ കൊട്ടാരക്കരയ്ക്ക് ബസ് കയറി അവിടുത്തെ സഭാകൂട് കണ്ടുപിടിച്ചു. ഞാൻ അവിടുത്തെ ദേവദാസനോട് എന്ന് എന്റെ അനുഭവമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് ശാനപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഒന്ന്, നിങ്ങളൊരു RSSകാരൻ, നിങ്ങളൊരു BJP നിന്ന് വന്ന ആള്, പിന്നെ നിങ്ങൾ ഇങ്ങനെ കത്തോലിക്കലായിരുന്നല്ലോ, അപ്പം പിന്നെ എനിക്കത് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മാമ്മ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. അമ്മാമ്മ ഇന്ന് നിത്യതയില്ല. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാമോ? ഓരോരുത്തരും മനസ്സിലെ ഭയം കൊണ്ടാ പലരും പലതും മറച്ചു വെക്കുന്നത്. പക്ഷെ എനിക്കൊരു ഭയവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്ലാറ്റ്ഫോമിൽ തുറന്ന് സംസാരിക്കുന്നത്. അമ്മാമ്മ പറഞ്ഞു, അച്ഛാ, ബൈബിള് പറയുന്നത് കർത്താവിന്റെ നാമം വിശ്വസിച്ച് വരുന്നവരെ ശാനപ്പെടുത്തണം. നോട്ടം ഇതേ എന്നോട് ചോദിച്ചു, ശാനപ്പെടാനുള്ള ഡ്രസ്സ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കത് അറിയത്തില്ലായിരുന്നു, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നൊരു ദിവസം ഡ്രസ്സുമായിട്ട് വരാമെന്ന്. അമ്മാമ്മ പറഞ്ഞു, അത് വേണ്ട, ഡ്രസ്സ് ഞാൻ തരാമെന്നും പറഞ്ഞ് ആ ദൈവദാസന്റെ ഡ്രസ്സ് തന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് അതെനിക്ക് തന്നിട്ട്, അന്ന് ഇദ്ദേഹം എന്നെ ശാനപ്പെടുത്താൻ മടിച്ചതിന് വേറൊരു കാര്യമുണ്ട്. അന്ന് കൊല്ലത്ത് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഒരു വ്യക്തി അവിടെ ശാനപ്പെടാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ഉപവാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് പ്രയാസം തോന്നിയത് കൊണ്ടും CSA വിശ്വാസത്തിൽ നിന്ന് കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു കുടുംബം അവരുടേത്. അദ്ദേഹം ശാനപ്പെടാൻ വന്നതുകൊണ്ട് ഞാൻ കാണുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്നെ ഒഴിവാക്കാൻ നോക്കിയെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ശാനപ്പെടുത്താം, പക്ഷെ നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നിങ്ങൾ തമ്മിൽ അറിയും, കണ്ടു കാണും, പക്ഷെ ഒരിക്കലും ഇത് ആരോടും പറയരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അദ്ദേഹത്തെ ഒരു ദിവസം തന്നെ 1993 ഒക്ടോബർ മാസം 31-ാം തീയതി വൈകിട്ട് 4:30 മണിക്ക് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജലത്തിൽ ശാനപ്പെടുവാനും അന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ആരും എന്നെ നിർബന്ധിക്കുകയോ ആരും എന്നോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ശാനപ്പെട്ടാലേ നിങ്ങൾക്കൂടെ നിൽക്കാൻ പറ്റുമെന്നോ ഒന്നും എന്നോട് ആരും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഞാൻ ശാനപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അന്നാണ് എനിക്ക് മനസ്സിലായത് കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും കർത്താവ് എന്തിനാണ് 30 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചതെന്നും ആ കർത്താവ് എന്തിനാണ് മരിച്ചുയർത്ത് അടക്കപ്പെട്ടതെന്നും ഒക്കെ പഠിച്ചപ്പോൾ എനിക്ക് ആ കർത്താവിനെ വേണം, ആ കർത്താവിന്റെ മകനായി തീരണമെങ്കിൽ ഈ കൽപ്പന അനുസരിച്ചേ പറ്റൂ എന്ന് വിശുദ്ധ വേദപുസ്തകം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ആ കൽപ്പന സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. ഇനിയാണ് എൻ്റെ ജീവിതത്തിലെ നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ. ശാനപ്പെട്ടു. അന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വന്നു. അങ്ങോട്ട് ബസ്സിലാ പോയെങ്കിലും തിരിച്ച് അദ്ദേഹത്തിലൂടെ കാറിൽ തിരിച്ചു വന്നു. അദ്ദേഹം എന്നെ കൊല്ലത്ത് വിട്ടു. അങ്ങനെ ആയിരുന്ന സമയത്ത് ആ സഭയിൽ തന്നെ ഞാൻ മെമ്പറായിട്ട് തുടർന്നു. അങ്ങനെയാണ് ചച്ചക്കോടുമായിട്ട് എനിക്ക് ബന്ധം വന്നത്. അന്ന് ഞങ്ങൾ കിലോം പേരാണെങ്കിലും അത് പറഞ്ഞ് ഞാൻ ഇവിടെ ഇന്ന് കൊല്ലത്തെ ഏറ്റവും വലിയൊരു സഭയും 400 വിശ്വാസികളുള്ള ഒരു വലിയ സഭയായിട്ട് അത് മാറാനും ഇന്ന് കൊല്ലത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് സഭയായിട്ട് അത് മാറ്റിയെടുക്കുവാനും ദൈവം കഴിഞ്ഞു.
അപ്പൊ ഞാനിത് പറഞ്ഞത് ശാനപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ശാനപ്പെട്ട കാര്യം. സഭയിലുള്ളവർക്ക് അറിയത്തില്ല, എന്റെ കൂടെ ഉള്ളവർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അങ്ങനെ അടുത്ത മാസം ഉപവാസ പ്രാർത്ഥന വന്നപ്പോ, അതുവരെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നിടത്തും ആർക്കും അറിയത്തില്ല. പക്ഷെ അന്ന് മുതൽ എന്റെ രീതിക്കെല്ലാം മാറ്റം വന്നപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് സംഭവിച്ചപ്പോൾ ഒരു 3-ാം ദിവസം ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രമേ ഉള്ളൂ, മറ്റു ദൈവങ്ങൾക്കൊന്നും എന്റെ ജീവിതം കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ആദ്യം എന്റെ വീട് ശുദ്ധീകരിച്ചു. അപ്പൊ അന്ന് അമ്മ എന്റെ വീട്ടിൽ ഇല്ലായിരുന്നു. അമ്മ സഹോദരിയുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ എന്റെ പൂജാമുറിയിൽ ഇരുന്ന 55 ദൈവങ്ങളെയും ഒരു ചാക്കിനകത്ത് കെട്ടിയിട്ട് കടലിൽ കൊണ്ട് കളയുവാനിടയായി തീർന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കാനല്ല പറയുന്നത്. ഇന്ന് വരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല നീ എന്തിനാ അങ്ങനെ ചെയ്തത്, ആ ദൈവങ്ങളൊന്നും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ആ ദൈവങ്ങളൊന്നും എന്നോട് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതെല്ലാം ശുദ്ധീകരിച്ചു. എന്റെ വീട്, ഞാൻ എന്റെ ഹൃദയം എന്റെ കർത്താവിനായി ഞാൻ കൊടുത്തു. അങ്ങനെ ജീവിതം ആരംഭിച്ചപ്പോ അമ്മ ഒരു ദിവസം വന്നു നോക്കിയപ്പോ ദൈവങ്ങളെ ഒന്നും കാണാനില്ല. അമ്മ എന്നോട് ഭയങ്കര പ്രശ്നമാക്കി. അവസാനം ആരോ അമ്മയെടുത്ത് പറഞ്ഞു, ഇവൻ ഇങ്ങനെ കത്തോലിക്ക വിശ്വാസമൊക്കെ കളഞ്ഞു, മറ്റു വിശ്വാസം കളഞ്ഞിട്ട് പെന്തക്കോസിലാന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അമ്മ എന്ത് ചെയ്യുന്ന അറിയാമോ? അപ്പുറത്തൊരു വീട്ടിൽ ചെന്ന് ചാണാൻ എടുത്തുകൊണ്ടുവന്ന് ചാണാൻ വെള്ളം കലക്കി എന്റെ തലയിൽ കൂടെ ഒഴിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നു, ഇനി ഇവിടെ പാടില്ല. അന്ന് എന്റെ അമ്മാമ്മയ്ക്കൊക്കെ ഭയങ്കര വിരോധമായി ക്രിസ്ത്യാനി എന്ന് പറയും. എനിക്കറിയില്ല അവരുടെ മനസ്സിൽ എന്താ കൊണ്ടാ അങ്ങനെ ചെയ്തേന്നൊന്നും. പക്ഷെ ഞാൻ ഒന്നിനും പ്രതികരിച്ചില്ല. അന്നൊക്കെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പം മറുപടി പറയുന്ന ആളായിരുന്നു. ഞാൻ മിണ്ടാതെ നിന്നു. അന്ന് എന്റെ പപ്പ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരന് ഇതിനൊന്നും പ്രതികരിക്കാൻ, ഫോണിൽ കൂടെയൊക്കെ അന്നത്തെ കാലത്ത് ലെറ്റർ ആണല്ലോ, പ്രതികരിക്കുമെങ്കിലും മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ അതോടെ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ ബൈബിളും കശത്ത് വെച്ച് ഞാൻ നടന്നു വരുന്ന സമയത്ത് എന്റെ സ്നേഹിതന്മാരായിരുന്ന കുറെ പേര്, RSSന്റെ കുറെ ആൾക്കാര് എന്നെ ഉപദ്രവിക്കണമെന്നുള്ള രീതിയിൽ എന്റെ പിറകെ വന്നു. പക്ഷെ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു, നീ തിരിഞ്ഞു നോക്കരുത്, നടന്നോളാൻ പറഞ്ഞു. ഞാൻ സ്തോത്രം പറഞ്ഞൊരു തടിപ്പാലം ഉണ്ട്, ആ പാലം കടന്ന് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ എന്റെ ജംഗ്ഷനിൽ വന്നപ്പോ എന്നെ സ്നേഹിക്കുന്ന 1-2 പേര് വന്നിട്ട് പറഞ്ഞു, ഇന്നടത്തുള്ള ആൾക്കാർ നിന്നെ പണിയാനായിട്ട് വന്നു, പക്ഷേ നിന്റെ പിറക്കെ എന്തോ തീ കത്തുന്നത് പോലെ കണ്ടപ്പോ അവര് തിരിഞ്ഞു പോയെന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു മനസ്സിലായി, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിനക്ക് പിൻപടയായിരിക്കുമെന്ന്. ദൈവപൈതലേ, ജീവനുള്ള ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഞാനിത് എന്റെ അനുഭവമാണ് പറയുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ദൈവം കരുതുന്നുണ്ട്. അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ നിന്നില്ല. അന്ന് എനിക്ക് ചെറിയ വരുമാനങ്ങളായി. ഞാൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ തുടങ്ങി. ഞാൻ പിന്നെ ഹെവി ഡ്രൈവറായിട്ട് മാറാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ വലിയ വണ്ടി ഓട്ടിക്കുന്ന ആളായിട്ട് മാറി. ആ രീതിയിൽ എന്റെ വരുമാനങ്ങൾ മാറാൻ തുടങ്ങി. ഇതൊന്നും കർത്താവ് പഠിപ്പിച്ചതാ കേട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പൊട്ടം പറയുന്ന പോലെ തോന്നിയെന്ന് വരാം. ഞാൻ ഒരു ചെറിയ വണ്ടിയുടെ ലൈസൻസ് ഉള്ള ആളായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഓരോന്ന് നേടിയതാ. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ എന്നെ ആരും പഠിപ്പിച്ചതല്ല ഹെവി വണ്ടി ഓട്ടിക്കാൻ. ദൈവം അന്ന് എങ്ങനെ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ വെള്ള ഉടുപ്പിട്ടോണ്ടാ ജോലിക്ക് പോകുന്നത്. എന്റെ അടുത്ത് കർത്താവ് ഇരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വണ്ടി ഓട്ടിക്കുമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഇന്ന് പാസ്റ്റർ വസിക്കുന്ന ഗുജറാത്ത്, അഹമ്മദാബാദ്, കച്ചിപ്പൂഞ്ച് എന്ന് വേണ്ടല്ലോ, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും വാഹനം ഓട്ടിച്ച് പോകുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതല്ല എന്റെ ദൈവമാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ വിശ്വാസ ജീവിതം തുടങ്ങി 3 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് കർത്താവ് ഒരു കുടുംബജീവിതം തന്നു. ആ കുടുംബജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി ഇതിന്റെ ഇടയ്ക്ക് അമ്മ എന്റെ കൂടെ ചേരുവാൻ ഇടയായി തീർന്നു. അമ്മ എന്റെ വിശ്വാസം കണ്ടു, എന്റെ പ്രാർത്ഥന കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മ എന്റെ കൂടെ ചേർന്നു. അമ്മ ശാനപ്പെട്ടു. എന്നെ ചാണാൻ വെള്ളം ഒഴിച്ച് എന്റെ അമ്മ എന്റെ കൂടെ ആമ ഏറ്റെടുത്തു. എന്റെ കൂടെ എന്റെ വിശ്വാസത്തിൽ വന്നു. അമ്മ ശാനപ്പെടുവാൻ ഇടയായി തീർന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് പഠിപ്പിക്കുന്ന ഭക്തന്മാരുടെ ഉപദേശം അതാണ്. അമ്മ അന്ന് കമ്മലും മാലയും താലിയും എല്ലാം അഴിച്ചു കളഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, അമ്മയെ വിളിച്ചൊരു അമ്മയുടെ ചേട്ടത്തി പോലും അമ്മയെ വിളിച്ചത് വിധവയെന്നാ. അതിന് വേറൊരു ഭാഷ അവര് പറയുന്നത്. പക്ഷെ എന്നിട്ടും അമ്മ അതൊന്നും കാര്യമാക്കില്ല. പക്ഷെ അമ്മ എന്റെ കൂടെ ആ വിശ്വാസത്തിൽ വളരെ തീവ്രതയോടെ നിന്നു. അമ്മയുടെ പ്രാർത്ഥന എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. അപ്പൊ തന്നെ എന്റെ പിതാവ് ആ ലീവിൽ വന്ന സമയത്ത് 3-ാമത്തെ വർഷം 95 എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പപ്പ പറയുന്ന ആളിനെ തന്നെ കെട്ടണം, അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തീവ്രമായ പ്രശ്നങ്ങൾ പപ്പ ഉണ്ടാക്കി. ഞാൻ ഒന്നിനും പ്രതികരിച്ചില്ല. 3 ദിവസം ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുണ്ടക്കൻ ബേബി ചാൻ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം എന്നോട് ഒരു ദൂത് പറഞ്ഞു, കുഞ്ഞെ നീ ഭാരപ്പെടേണ്ട, നിന്റെ പപ്പ എവിടെ ചെന്നാലും അത് നടക്കത്തില്ല, പക്ഷെ നിന്റെ വിശ്വാസത്തിൽ ദൈവം നിന്നെ മാനിക്കും.
അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പപ്പ പോകുന്നതിനുള്ളിൽ തന്നെ 1995 എനിക്കൊരു വിവാഹാലോചന വന്നു. പൊന്നൂരിലുള്ള കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ലിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവള് നായർ കുടുംബത്തിൽ, ആ കോട്ടവട്ടം എന്ന് പറയുന്ന ദേശത്ത് അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ കൊച്ചാണ്. അവിടെ കുഞ്ഞമ്മ വിശ്വാസത്തിൽ വന്നു. കുഞ്ഞമ്മ വിശ്വാസത്തിൽ വരാൻ കാരണം ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക്. അവരെയും കർത്താവ് അത്ഭുതമായി സൗഖ്യം കൊടുത്തുകൊണ്ടാണ് അവർ വിശ്വാസത്തിൽ വന്നത്. ആ കുഞ്ഞമ്മ മുഖാന്തരം ഈ സഹോദരിയും ഇവളും വിശ്വാസത്തിൽ വരാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എന്റെ ദൈവദാസനോട് ചേർന്ന് ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുവാൻ ഇടയായി തീർന്നു. ഒറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. ആ സഹധർമ്മിണിയാണ് എന്റെ ഭാര്യ. 1995 ഏപ്രിൽ മാസം 12-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ഞങ്ങളുടെ ദൈവദാസൻ തന്നെ പോയി കണ്ട് എനിക്ക് യോജിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊന്നും തിരക്കാനോ ആരോടും ആലോചന ചോദിക്കാനോ ആരോടും പ്രാർത്ഥിക്കാനോ ഒന്നും പറഞ്ഞില്ല. ദൈവം തന്ന ആ തുണയെ അന്ന് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അവൾ ഒറ്റയ്ക്കാണ് ആ വിശ്വാസത്തിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവിധമായ എതിർപ്പായിരുന്നു. എന്റെ അമ്മായിയപ്പൻ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു തികഞ്ഞ ആളായിരുന്നത് കൊണ്ട് പുള്ളി തന്റെ സ്വത്ത് പോലും വിറ്റ് പാർട്ടിക്കാർക്ക് കൊടുത്ത മനുഷ്യനാണ്. അങ്ങനെ ജീവിച്ചു വന്ന ഒരാളിന്റെ മകളാണ് എന്റെ വൈഫ് എന്ന് പറയുന്നത്. കമ്മ്യൂണിസം അത്ര തീവ്രമായി നിൽക്കുന്ന, അന്നും അമ്പലത്തിലൊന്നും ഇവരാരും പോകത്തില്ല. പക്ഷെ ഈ ഒരു വിശ്വാസത്തിൽ വന്നപ്പോൾ പുള്ളി ആദ്യം ചെയ്ത എന്താന്ന് ചോദിച്ചാൽ, മകള് ശാനപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവളെ ജീപ്പ് കൊണ്ടുവന്ന് ജീപ്പിനകത്ത് വലിച്ചിറക്കി എറിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഒരാഴ്ച പട്ടിണി കിടന്നു. കൊച്ചൊന്നും കഴിക്കാൻ നിൽക്കാത്തതുകൊണ്ട് അപ്പം മാനസാന്തരപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടത്തിൽ പൊയ്ക്കോളാം. അങ്ങനെയാണ് അവൾ ആ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയതും ആ വിശ്വാസം നിൽക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞത്, അറിഞ്ഞ സത്യത്തെ ചിലപ്പോൾ നിനക്ക് പ്രതിസന്ധി വരാം, പ്രതികൂലം വരാം. എനിക്ക് യോജിച്ചൊരു തുണയെ തന്നെ ദൈവം കണ്ടത്. കാരണം അവളും അതുപോലെ പ്രതികൂലത്തിൽ വന്നതുകൊണ്ട് വിശ്വാസം എന്താന്ന് പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജീവിതം തുടങ്ങി. ഞങ്ങൾക്ക് വലിയ ഇതൊന്നുമില്ലായിരുന്നു, ചെറിയ ജീവിതമാണ്. അന്ന് ഞാനിങ്ങനെ വാഹനത്തിൽ പോകും. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു തലമുറയെ ദൈവം തന്നു. അവളുടെ പേരാണ് കെസിയ. അത് കഴിഞ്ഞ് രണ്ടാമതൊരു തലമുറയെ തന്നു, ജെസിയ. ഇതിനിടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ബന്ധുക്കള് ചർച്ചക്കാരെല്ലാം ഞങ്ങളെ അകറ്റി നിർത്തി. കാരണം സാമ്പത്തികമാണ് എല്ലാവരുടെയും വിഷയം. പക്ഷെ ആരടുത്തും ഒന്നിനും ഞങ്ങൾ പോയിട്ടില്ല. ഞാൻ ഒത്തിരി അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തന്നെയാണ് അന്ന് കർത്താവിന്റെ വേലയും ചെയ്യും, കുടുംബവും നോക്കും. അന്ന് ഞാൻ സുവിശേഷം പറയും. ഞാൻ ബാംഗ്ലൂർ പോയാൽ അവിടെ സുവിശേഷം പ്രസംഗിക്കാം, അന്ന് പ്രസംഗിക്കാം. ഗുജറാത്തിൽ വന്നാൽ അവിടെ പറയും. എവിടെ പോയാലും ഞാൻ കർത്താവിനെ കുറിച്ച് എന്റെ സഹപ്രവർത്തകർക്ക് എല്ലാം അറിയാം. അവിടെ ഒരു കാര്യത്തിനും എന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് ഏത് കമ്പനിക്കാർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കൊച്ചിൻ പോർട്ടിലും ദൈവം ജോലി തന്നു. ഇരുന്ന സമയത്ത് 97 വിവാഹം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ മോളെ ജനിച്ച് 3 മാസമായപ്പോൾ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയുടെ പേര് യഹോവ ഇരെ, ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ട് കൊല്ലത്തുള്ള എല്ലാവരും എന്നെ അച്ചായ എന്നാ വിളിക്കുന്നത്. എന്റെ ഓട്ടോറിക്ഷ പോകുന്ന എല്ലാവർക്കും അറിയാം. പലരും ഓട്ടിക്കുന്നത്, പക്ഷെ എന്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് ഞാനും കുറെ നാൾ അങ്ങനെ ദൂരോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഓട്ടോ ഒക്കെ ഓട്ടിക്കുമായിരുന്നു. എനിക്ക് സ്വന്തം വണ്ടിയായിരുന്നു. പക്ഷെ ഒരു വെള്ളിയാഴ്ച ദിവസം എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വന്നു. വേറൊന്നുമല്ല, എന്റെ അമ്മ എന്തോ ഒന്ന് പറഞ്ഞ് എനിക്ക് വിഷമം തോന്നി. ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന പാത്രം തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോയി. അന്ന് വൈകിട്ട് ഒരു ഇരുട്ടുള്ള സമയത്ത് ഞാൻ ഓട്ടോ ആയിട്ട് വരുന്ന സമയത്ത് ഒരു വണ്ടി നേരെ വരുന്നു. എനിക്ക് തോന്നി അതൊരു ബുള്ളറ്റ് ആണെന്നാ തോന്നിയത്. പക്ഷെ അത് ടിപ്പർ ലോറി ആയിരുന്നു. ഒറ്റ ലൈറ്റേ ഉള്ളായിരുന്നു. നേർക്ക് ഇടിക്കുവാൻ ഇടയായി തീർന്നു. ഇടിച്ച് എന്റെ ഓട്ടോ നിശേഷം തകർന്നു. ഞാൻ ടിപ്പറിന്റെ അടിയിലുമായി. അത് സംഭവിക്കുന്നത് തങ്കശ്ശേരി എന്ന് പറയുന്ന ദേശത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ തങ്കശ്ശേരിയിലെ ടിപ്പർ വരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോഴത്തെ പോർട്ടിന് പാറയിടാൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്പർ വരുന്നത്. ആ ആക്സിഡന്റില് എല്ലാവരും പറഞ്ഞ അച്ചായൻ മരിച്ചു പോയെന്നും പറഞ്ഞ് എന്നെ അതിൽ നിന്ന് വലിച്ചെടുത്ത് നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്റെ മൗത്തോടെ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. എവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കൊണ്ട് കിടത്തിയപ്പോഴത്തേക്ക് ഡോക്ടർമാർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓട്ടോക്കാർ കൊണ്ടുപോയൊരു ഒത്തിരി ചൂടാവാനും ഏതോ ഡോക്ടറെ അടിക്കാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ അവർ പോലീസിനെ വിളിച്ചപ്പോൾ ഇവരെല്ലാം എന്നെ കളഞ്ഞിട്ട് പോയി. ഈ ഡോക്ടർമാർ വന്ന് എന്നെ മലത്തി ഇങ്ങനെ കിടത്തിയപ്പോൾ എന്റെ ഈ തലയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ചില്ല് കയറിയിരിക്കുകയായിരുന്നു, തലയൊട്ടിക്കകത്തോട്ട്. അപ്പം അവരത് അറിയാതെയാ ചെയ്തത്. പക്ഷെ അത് ഒന്നും കൂടെ ഇതായപ്പോ ഇവര് മുഖത്തെ ബെട്ടൊക്കെ തുടച്ച് എവിടാന്ന് അറിയാൻ പറ്റുന്നില്ല. വേറെ ഒടിവൊന്നും പറ്റിയില്ല എനിക്ക്. അങ്ങനെ അദ്ദേഹം മരത്തി കമത്തി കിടത്തിയപ്പം കണ്ടു. എന്നിട്ട് അവർ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കത് മറക്കാൻ പറ്റത്തില്ല. എന്റെ വായിക്കകത്ത് തുണി വെച്ചിട്ട് അവർ 2 കൈയും പിടിച്ച് കെട്ടിയിട്ട് എന്റെ ആ തലയൊട്ടി വടിച്ചിട്ട് ആ ചില്ലൊക്കെ അവർ കൊണ്ടു വെച്ച് വലിച്ചെടുക്കുവാനിടയായി തീർന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ കർത്താവ് മുൾമുടി ധരിച്ചപ്പോ ആ കർത്താവിനുണ്ടായ വേദന എന്താണെന്ന് ആ നിമിഷം എന്നെ ദൈവം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഞാനിത് തുറന്നു പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തുവിനെ അറിഞ്ഞവൻ ഒരിക്കലും ക്രിസ്തുവിന്റെ പാത വിട്ടോ
ക്രിസ്തുവിനെ വിട്ടോ പോകരുത്. കാരണം നമുക്ക് വേണ്ടി ആ ക്രിസ്തു ജീവൻ വെടിഞ്ഞതും ആ രക്തം നമുക്ക് വേണ്ടി ആ ചൊരിഞ്ഞതും. പക്ഷെ ആ ഡോക്ടർമാര് ആ പച്ചയ്ക്ക് കുത്തി തെച്ചു എന്റെ തലയൊട്ടി. എനിക്ക് തന്നെ ഇന്ന് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് എന്നെ അന്ന് തീപ്പൊള്ളലേറ്റ് കിടക്കുന്ന ആൾക്കാർ എഴുന്നേടുത്ത് കൊണ്ടിട്ടു. അപ്പൊ എങ്ങനെയൊക്കെ ആൾക്കാർ അറിഞ്ഞു. രാത്രിയാ വീട്ടിലറിഞ്ഞത്. അവരറിഞ്ഞത് ഞാൻ മരിച്ചുപോയെന്നാ. അപ്പൊ എന്റെ ഭാര്യ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് 3 മാസമേ ആയുള്ളൂ. അവർക്ക് ലോകപരിചയമില്ല. ഒത്തിരി വിഷമങ്ങളുണ്ടായി ആ കാലഘട്ടത്തില്. എന്റെ സ്നേഹിതന്മാർ തിരക്കി വന്നപ്പോ എന്നെ ഇങ്ങനൊരു അവസ്ഥയിലാണ് കണ്ടത്. പിന്നെ അവിടെ 1 മാസം ചികിത്സ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് ദേഹം മൊത്തം നീരടിക്കാൻ തുടങ്ങി. നീരടിച്ചപ്പോ പറഞ്ഞു ഇവിടുത്തെ സ്പൈനൽ കോഡിന് ക്ഷതം പറ്റിയതാണ്. അങ്ങനെ അവരെന്നെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ന്യൂറോ സർജറിയിലേക്ക് കൊണ്ടുപോയി. എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖാന്തരം എന്നെ MRI ചെയ്യാനായിട്ട് എഴുതി തന്നു. എന്റെ ദൈവമക്കളെ, ആ സമയം കൊണ്ട് എന്റെ എല്ലാം കാലിയായി. ഇന്നലെ വരെ ഞാൻ എന്തോ ആണെന്ന് ചിന്തിച്ച ആള് ഇന്ന് ഞാൻ വെറും ശൂന്യമായി തീർന്നു. എന്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ എനിക്കത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പരിചയമില്ലാത്ത ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് എന്നെ MRI സ്കാൻ ചെയ്യാൻ വിട്ടു. ആ MRI കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ഇത് കണ്ടോ, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ചളുങ്ങിപ്പോയി. ഇത് ഓപ്പറേറ്റ് ചെയ്താൽ കട്ടായി പോകും. പിന്നെ ഒരിക്കലും നിനക്കൊന്നും നടക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ കുറെ നാൾ നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ഇതിങ്ങനെ വെയിറ്റ് ഇട്ട് കുറെ നാൾ കിടക്കാം. പക്ഷെ അതിൽ ഹോപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ സഹോദരന്റെ കൈയും കാലും ഒക്കെ തളർന്നു പോകും, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, ഇതിനകത്ത് മറ്റൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇത്ര ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് വെയിറ്റ് ഇട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വാർഡ് ഇല്ല. കാരണം മാസക്കണക്ക് കിടക്കേണ്ടി വരും. ഇത് ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവരവിടെ നിന്ന് പറഞ്ഞു വിടുവാനിടയായി തീർന്നു. നേരെ കൊല്ലത്ത് വന്നു. ബെൻസീർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെന്നു. അവരും എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. കാരണം എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. കാരണം ഇതാണ് സംഭവം. അങ്ങനെ 1 മാസം ആ ഹോസ്പിറ്റലിൽ വെയിറ്റ് ഇട്ട് തന്നെ കിടത്തുവാൻ ഇടയായി തീർന്നു. സഹായിക്കുന്നവരെല്ലാം കൈവിട്ടു. അന്ന് അപ്പനും അമ്മയും, എന്നാണ് എനിക്ക് മനസ്സിലായത്, ബൈബിള് പറയുന്ന പോലെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചതാ ദൈവം. എന്താണെന്നറിയാമോ, ഞാൻ ഒത്തിരി ജോലി ചെയ്ത് ഒത്തിരി സമ്പാദിച്ചപ്പോ എന്റെ ചിന്ത ഞാൻ എന്തോ ആയിരുന്നു എന്നുള്ളൊരു ചിന്ത ദൈവം എന്നെ പഠിപ്പിച്ചതാ. എനിക്കൊരു അനുഭവം പറയാം. ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് അനുഭവമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ എന്നെ ആ കിടപ്പ് അവിടുന്ന് ബില്ലടയ്ക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അവര് പ്രശ്നമായി. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചു. ഒരു ആംബുലൻസിൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ സ്വന്തമായിട്ടൊരു കട്ടില് പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. പക്ഷെ അവിടെയും ദൈവം എന്നെ പരിപാലിച്ചു. ആ കിടപ്പില് ഞാന് 1 വർഷം കിടക്കേണ്ടി വന്നു. ഈ ട്യൂബ് ഇട്ടാണ് മൂത്രം പോകുന്നത്. ഈ ചെറുപ്പക്കാരിയ എന്റെ ഭാര്യ, അന്ന് ലിജിക്ക് 22 വയസ്സേ ഉള്ളൂ. അവൾ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും ഒരു പരാതിയില്ലാതെ ഒരു പെറുപുറുപ്പില്ലാതെ എന്റെ കാര്യങ്ങൾ നോക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഒരു പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്? അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചില ശൂന്യതകളുണ്ട്. ആ ശൂന്യതകൾ നമ്മൾ തന്നെ മാറ്റുമ്പോഴാണ് യഥാർത്ഥ ദൈവകൃപ എന്താണെന്നും ദൈവം ആരാണെന്നും നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ആ കിടപ്പില് ഒരു 11-12 മാസമായപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മച്ചി ഒരു പുസ്തകം കൊടുത്തു വിട്ടിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞു, ഇതൊന്ന് അവനെ വായിച്ച് കേൾപ്പിക്കാൻ. അത് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. എന്റെ 2 കണ്ണിന്റെയും കാഴ്ച മങ്ങിപ്പോയി. എന്റെ കൈയുടെ ചലനം നിന്നുപോയി. ആ ഡോക്ടർ പറഞ്ഞതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷേ അന്നും എനിക്കൊരു നിരാശയും തോന്നിയില്ല. കാരണം എന്റെ കുറവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ നിരാശ തോന്നിയില്ല. പക്ഷെ അന്ന് ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, ഇതൊന്ന് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഇവര് നാളെ ആരുടെ മുമ്പിലും ഒന്നിനും ഇരക്കുവാൻ ഇടവരാതെ ഇവര് നടത്തണമേ എന്ന് മാത്രമേ ഞാൻ എന്റെ ആ കിടപ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ളൂ. ഒത്തിരി പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഇരുന്നപ്പോ ഹറി പ്രിൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് ഒരു വാക്യം എന്ന് പറയുന്നത് സ്പർശവാക്യം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യമാണ്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. അദ്ദേഹം വളരെ രോഗിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി കൊടുത്ത ഒരു ട്രാക്റ്റ് ആയിരുന്നു ആ വചനമാണ് അദ്ദേഹത്തെ സൗഖ്യമാക്കിയെന്ന്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്ന് രാത്രി ഞാൻ എന്റെ വൈഫ് ലിജിയോട് പറഞ്ഞു, എന്റെ ഈ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് എന്നെ ഒന്ന് നൂത്തെടുത്ത് എനിക്ക് ഇച്ചിരി നേരം നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല,
എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാൻ അവളോട് ചില കാര്യങ്ങൾ ഏറ്റുപറയേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വൈഫിനോട് ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് അവൾക്ക് വേദന ഉണ്ടായ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവളെ മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ എന്നെ നൂത്തിരുത്തി അവൾ ഒരു അരമണിക്കൂർ ശക്തമായി എനിക്ക് വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരെന്ന് പറയുന്ന ആരാ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബം തന്നെയാണ്. അങ്ങനെ ഐക്യതയോടെ അന്ന് രാത്രി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ സുഖമായിട്ട് മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 1 വർഷത്തിന് ശേഷം സുഖമായിട്ടൊന്ന് ഉറങ്ങുവാൻ എനിക്കിടയായി തീർന്നു. പിറ്റേന്ന് രാവിലെ എന്റെ അയൽവാസിയായിരിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ തങ്കശ്ശേരിയില്, എനിക്ക് ആക്സിഡന്റ് നടന്ന തങ്കശ്ശേരിയില്ല, തങ്കശ്ശേരിയിൽ AG-യുടെ ഒരു ചർച്ച ഉണ്ട്. MA വർഗീസ് അവിടെ വരുന്നുണ്ട് മീറ്റിങ്ങിന്. ആ കാലഘട്ടത്തില് അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മീറ്റിംഗ് നടത്തുന്ന ഒരു ദേവദാസനായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, MA വർഗീസ് ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വൈഫിനോട് പറഞ്ഞു രാവിലെ ഒരുക്കി ഇരുത്തിക്കോ, ഞാൻ ഓട്ടോ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിയായപ്പോ എന്നെ ഒരു ഇരുമ്പിന്റെ കോളറൊക്കെ എന്റെ കഴുത്തിലിട്ട് ഡ്രസ്സൊക്കെ ചെയ്തന്ന് ഞാൻ മെലിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം വന്ന് എന്നെ എടുത്ത് ഓട്ടോയിൽ ഇരുത്താനായിട്ട് പോയിട്ട് അമ്മ വന്നിട്ട് ചോദിച്ചു, ഇത് എവിടെ കൊണ്ടുപോകുന്നു, അവനെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, ഇവിടെ കിടന്ന് ചാവുന്നതിനെ കാട്ടി അങ്ങനെയെങ്കിലും ചാവട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ എനിക്ക് വളരെ ലജ്ജ തോന്നി. എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആ തങ്കശ്ശേരിയിൽ 2 കാലഘട്ടം ഉണ്ട് എനിക്ക്. ഒന്ന്, ഞാൻ കത്തോലിക്കലായിരുന്നപ്പോൾ ബിഷപ്പ് ഹൗസിൽ നിന്നുകൊണ്ട് ഈ AG സഭയ്ക്കെതിരെ ഞാൻ പ്രസംഗിച്ച വ്യക്തിയാണ്. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ അതേ AG സഭയിൽ പോയി ഈ ബിഷപ്പ് ഹൗസിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്ന സമയത്ത് ഈ മൂലയെ കൊണ്ട് തന്നെ ഒരു കസേരയിൽ കൊണ്ടിരുത്തി, ആരും കാണാതിരിക്കാൻ ഞാൻ വൈഫിനോട് പറഞ്ഞു ഏറ്റവും ബാക്കിൽ എവിടെയെങ്കിലും ഒതുക്കി ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 10 മണി 10:30 ആയപ്പോൾ മീറ്റിംഗ് തുടങ്ങി. പക്ഷെ അന്ന് രാവിലെ MA വർഗീസ് വന്നില്ല. അദ്ദേഹത്തിന് പകരം അന്ന് പ്രസംഗിക്കാൻ വന്നത് അനിസൻ സാമുവൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ചെറുപ്പമാണ് അദ്ദേഹം, ഒരു 5 അടി പൊക്കമേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗിക്കാൻ വന്ന് നിന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ പേര് വിളിച്ചു, ബ്രദർ രാജേന്ദ്രൻ എണ്ണിച്ച് മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്റെ പേരറിയാമെങ്കിൽ എന്റെ അവസ്ഥ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, എനിക്ക് എണ്ണിച്ച് വരാൻ പറ്റത്തില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ലയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ വൈഫിനോട് ചോദിച്ചു, ആരെങ്കിലും പോകുന്നുണ്ടോ? കാരണം എനിക്ക് കാണാൻ പറ്റത്തില്ല, ആരെങ്കിലും ഇപ്പം മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു നിഴല് പോലെയുള്ള ആളിനെ മനസ്സിലാകത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും പേര് വിളിച്ചു. എല്ലാവരും തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. കാരണം അവിടെ ഇരിക്കുന്ന ആർക്കും ഉറപ്പില്ല ഞാൻ അവിടെ വരുമെന്ന്. ഞാൻ വീട്ടിൽ കിടപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അദ്ദേഹം പുൾപിറ്റിൽ നിന്ന് ഇറങ്ങി അന്യഭാഷ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നു. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേരല്ലേ രാജേന്ദ്രൻ? ഞാൻ പറഞ്ഞു, അതെ, എന്റെ പേര് തന്നെയാണ്. പിന്നെ എന്താ എണ്ണിച്ചു വരാൻ പറ്റാത്ത? ഞാൻ പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നേ അദ്ദേഹത്തോട് പറഞ്ഞോളൂ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആര് പറഞ്ഞു കാണാൻ പറ്റത്തില്ല എന്ന്? പറഞ്ഞിട്ട് എന്റെ തലയെ കൈവച്ച് അന്യഭാഷയിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഒറ്റ ശാസിച്ചത് ഞാൻ ചാടി എഴുന്നേറ്റ്. ശാസന എന്ന് പറഞ്ഞ ഒരു വെള്ളിടി എങ്ങനെ പൊട്ടുമോ അതുപോലെ ഒരു പ്രാർത്ഥനയായിരുന്നു അദ്ദേഹം. ശാസിച്ചതും ഞാൻ ഞെട്ടി ചാടി അങ്ങ് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ തൊടാൻ പറഞ്ഞു, ഇങ്ങനെ കൈ നീട്ടിയിട്ട്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കൈ നീട്ടി തൊടാനായിട്ട് ചെന്നതും അദ്ദേഹം ബാക്കിലോട്ട് അടുത്ത് നിന്നപ്പോ ആള് നിൽക്കുന്ന എനിക്ക് കാണാം. തൊടാൻ ചെന്നതും അദ്ദേഹം ബാക്കിലോട്ട് പോകാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ബാക്കിലോട്ട് പോകും, ഞാൻ നടന്നു ചെന്നത് അദ്ദേഹത്തെ തൊടാൻ എല്ലാവരും ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. കാരണം അവിടെ മറ്റൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ തൊടാൻ ചെല്ലും, അദ്ദേഹം നടക്കും. അങ്ങനെ നടന്നു പുൾപിറ്റിൽ ചെന്നപ്പോ എനിക്ക് ഭയങ്കര ആവേശത്തോടെ ഞാൻ വലിയ കണ്ണ് തുറക്കുന്ന പോലെ കണ്ണ് തുറന്ന് അദ്ദേഹത്തെ ഇങ്ങനെ തൊടാൻ ചെന്നതും അദ്ദേഹം കുനിഞ്ഞിട്ട് ചോദിച്ചു, നിനക്ക് കാഴ്ച പ്രാപിച്ചപ്പോ എന്റെ കണ്ണിനാണോ കുത്താൻ വരുന്നത് പിശാചേ എന്ന് ചോദിച്ചു. അതിനെ ശാസിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. അപ്പൊ പറഞ്ഞു, കോളർ അഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൈപൊക്കി കോളർ അഴിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്റെ കോളർ വലിച്ചങ്ങ് ഊരിയപ്പോ ഇവിടുത്തെ തൊലിയൊക്കെ പോയി ബ്ലഡ് വരാൻ തുടങ്ങി. അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ തലയെ കൈ എത്തുന്നില്ല. നെറ്റിലോട്ട് കൈവച്ച് ഒറ്റ പ്രാർത്ഥന, ഞാൻ മറിഞ്ഞടിച്ച് വീഴുവാൻ ഇടയായി തീർന്നു. എല്ലാവരും വിചാരിച്ചു ഇത് അടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനമാ. പക്ഷെ ഞാൻ നിലത്ത് വീണു. അവിടെ നിന്നവര് പറഞ്ഞ എന്റെ ഭാര്യയ്ക്കും ബോധക്ഷയം ഉണ്ടായെന്ന്. പക്ഷേ കുറെ സമയം കഴിഞ്ഞപ്പോ ഇദ്ദേഹം തന്നെ എന്നെ തട്ടി വിളിച്ചു, കൈ തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, വല്ല മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കർത്താവ് നിങ്ങളെ ശസ്ത്രക്രിയ നടത്തിയിരിക്കുക എന്ന് പറഞ്ഞു. എന്റെ രോഗം എന്താണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. എന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. അദ്ദേഹം കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നതുമില്ല. ഞാൻ ഏറ്റവും ബാക്കിൽ ഒരു മൂലയിലായിരുന്നത്. ഞാൻ ഇന്ന് എന്റെ ഈ അരുമ TV കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നത്, എന്നെ കാണുന്ന ഒരു കണ്ണും
നിന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ആ ദേവദാസൻ പറഞ്ഞൊരു സാക്ഷ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഞാൻ ഇവിടെ വന്നല്ല നിന്റെ പേര് പഠിച്ചത്, ഞാൻ ഇവിടെ വന്നല്ല നിന്നെ കണ്ടത്. കഴിഞ്ഞ രാത്രി തിരുവനന്തപുരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഹോട്ടൽ സുദർശനായുടെ റൂമിൽ ഞാൻ വസിക്കുന്ന സമയത്ത് ഏകദേശം 12-12:30 മണിയായപ്പോൾ ദൈവാത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു. മതിലിൽ നിന്റെ പേരെഴുതി കാണിച്ചു, നിനക്ക് വേണ്ടി ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്നത് കാണിച്ചു. ആമേൻ, നാളെ നിന്റെ യോഗത്തിൽ ഞാൻ അവനെ അയക്കും, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാനിത് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, നീ എന്ന് തീരുമാനമെടുക്കുമോ അന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആ സാക്ഷ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇന്ന് താമസിക്കുന്ന ദേശവും നീ ആയിരിക്കുന്ന ചുറ്റുപാടും വിട്ട് നീ പൊയ്ക്കോണോന്ന് പറഞ്ഞു. പഴയതൊന്നും നിനക്ക് എടുക്കാൻ വേണ്ട. അങ്ങനെ ഞാന് തിരിച്ച് വീട്ടിൽ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ പല സ്നേഹിതന്മാരെ വിളിച്ചിട്ട് എനിക്കൊരു വീട് വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു സ്നേഹിതന്മാര് എനിക്കൊരു വീട് വാടകയ്ക്ക് സംഘടിപ്പിച്ചു. 500 രൂപ കാലഘട്ടത്തിൽ വാടകയ്ക്കുള്ള ഒരു ചെറിയ വീടായിരുന്നു. ഞാനും എൻ്റെ വൈഫും 2 മക്കളുമായിട്ട് അവിടെ ജീവിതം തുടങ്ങി. അവിടെ നിന്ന് കർത്താവ് എന്നെ പടിപടിയായിട്ട് അനുഗ്രഹിക്കുവാൻ തുടങ്ങി. വീണ്ടും ഞാൻ എൻ്റെ ജോലിക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എന്നെ ഒരു 7 വർഷക്കാലം വീണ്ടും ജോലി ചെയ്യുവാനുള്ള അവസരം തന്നു. എൻ്റെ വൈഫിന്റെ വീട്ടിൽ എല്ലാവരും രക്ഷയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. 2 സഹോദരിമാരുണ്ടായിരുന്നു, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അവരെ വിശ്വാസത്തിൽ വിവാഹം കഴിച്ചു വിടാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എല്ലാവരും വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം മുഖാന്തരമായി തീർന്നു. അത് കഴിഞ്ഞ് കർത്താവ് പല അവസരത്തില് എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കുവാനായിട്ട് കർത്താവ് സംസാരിച്ചു. പക്ഷെ എനിക്ക് അതിനാൽ താല്പര്യം വന്നില്ല. ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. ഐസിയുവിൽ 5 ദിവസം വീതം കിടക്കാൻ ഇടയായി തീർന്നു. എന്നിട്ടും ഇത് ദൈവപ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചാത്തന്നൂരുള്ള ജോയ്മ വർഗീസ് എന്ന് പറയുന്ന ഒരു അമ്മാമ, ഒരു പ്രവാചകയാണ്. ആ അമ്മാമ ആ ഹോസ്പിറ്റലിൽ വരുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്റെ വൈഫിനെ കണ്ടപ്പോൾ വിശ്വാസിയാന്ന് മനസ്സിലായി. അങ്ങനെ എന്റെ റൂമിൽ കയറി വന്നു. ഇതാണ് ഭർത്താവ് എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്തോത്തിന്റെ അസുഖമാണ്? നിനക്ക് അസുഖമൊന്നുമല്ല, നീ കർത്താവിനെ പറ്റിച്ച് നടക്കുന്നത് കൊണ്ടായി കുഴപ്പം. അതുകൊണ്ട് ഇനി കുണ്ട്രയിൽ കിടക്കണമെങ്കിൽ നീ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അന്ന് തന്നെ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ഞാൻ പോയിരുന്ന് 21 ദിവസം ഉപവസിക്കാൻ തുടങ്ങി. ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തുടങ്ങി. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നടത്തിയ ഓരോ അനുഭവങ്ങളാ. കർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ, ഒരിക്കൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്തൊരു ദേവദാസൻ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ നിന്റെ വണ്ടി ആക്സിഡന്റ് ആവും. നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഓരോ സൂചനകളും ദൈവം നമുക്ക് തരും. നമ്മൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന്. അത് ദൈവത്തിന്റെ വാക്തത്വമാ ദൈവമക്കളെ. അങ്ങനെ ഒരിക്കൽ ഓച്ചിറയിൽ വെച്ച് എന്റെ കണ്ടെയ്നർ, ഞാൻ കൊച്ചിയിൽ പോർട്ടില് കുറെ കാലം കണ്ടെയ്നറിൽ ജോലി ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ കണ്ടെയ്നർ ഒരിക്കൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആർക്കും കുഴപ്പമൊന്നും പറ്റിയില്ല, വണ്ടിക്ക് മാത്രമേ കുഴപ്പം പറ്റിയുള്ളൂ. അന്ന് എന്റെ MD ഒരു നമ്പൂതിരിയായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്ക്, നിങ്ങളൊരു വിശ്വാസിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ വരണമെങ്കിൽ ദൈവം പറഞ്ഞ എന്തോ നിങ്ങൾ അനുസരിക്കാത്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല സാറേ, പറ്റിപ്പോയതാ, ഇനി ഒരിക്കൽ കൂടെ പറ്റിയാൽ നിങ്ങളെ ജോലിക്ക് കൊള്ളത്തില്ല എന്ന് ഞാൻ പറയൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് വെച്ചേക്കുന്ന ഉടമ്പടി എന്താണെന്നറിയാമോ? ആരെങ്കിലും എന്നെ ജോലിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കൊള്ളാം. അങ്ങനെ 3ാമത് ആക്സിഡന്റ് പറ്റിയപ്പോ ജനറൽ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവിടെ പാടില്ല, നിന്നെ ഇതിന് പറ്റുന്നതല്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്താണോ ദൈവത്തോട് പറയുന്നത് അതുപോലെ ദൈവം എനിക്ക് മറുപടി തരുന്ന ദൈവമാണെന്ന്. അങ്ങനെ ശുശ്രൂഷയിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ വേല സ്വന്തമായി ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ദൈവം ദർശനം തന്നൊരു സ്ഥലമാണ് കൊല്ലത്തെ കല്ലുംതാഴം എന്ന് പറയുന്ന സ്ഥലത്ത്. കഴിഞ്ഞ 11 വർഷമായിട്ട് കർത്താവ് ഇവിടെ കൊണ്ടുവന്ന്, ഇതൊരു കെതിരദേശം എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. അങ്ങനെ ഒരു ദേശത്തേക്ക് അയച്ചപ്പോൾ ഒത്തിരി പേര് ചോദ്യങ്ങൾ ചോദിച്ചു. ഒരുപാട് പാസ്റ്റർമാർ വന്ന് ഈ ദേശത്ത് പ്രവർത്തിച്ചിട്ട് അവർക്കൊക്കെയും പറ്റാതെ പോയൊരു സ്ഥലത്താണ് ദൈവം ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഒത്തിരി രോഗികൾക്ക് സൗഖ്യമാകുവാനും, ഒത്തിരി പേരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനും, ഒത്തിരി പേരെ കർത്താവിനെ ആമേൻ ദൈവമക്കളായി തീരുവാനും ഒക്കെയും കർത്താവ് അവസരങ്ങൾ തന്നതുകൊണ്ടാണ് ഇന്ന് ഈ ദേശത്ത്
കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതിന്റെ അനുഭവം, എനിക്ക് 2 പെൺമക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ ബന്ധുക്കളും എന്റെ ചാർച്ചക്കാരും എന്റെ സ്വന്തക്കാരും, ഈ മക്കളെയൊക്കെ നീ എങ്ങനെ കെട്ടിക്കും, ആര് വന്ന് നിന്റെ മക്കളെ കെട്ടുമെന്ന്. എന്റെ മൂത്ത മോള് കെസിയ, അവളെ ബാല്യപ്രായം മുതലേ കർത്താവിൽ വളരെ വിശ്വസ്തയോടെ വളർന്നു വന്നത് കൊണ്ട് സൺഡേ സ്കൂളിനായാലും എല്ലാ പ്രോഗ്രാമിനും എവിടെ പോയാലും കർത്താവളെ മാനിക്കുകയും ട്രോഫി കൊടുക്കുകയും അവളെ 10ാം ക്ലാസ് വരെയും ICC പഠിക്കുവാൻ ദൈവം കൃപ തന്നു. +1 +2 അവള് കേരളയിൽ പഠിച്ചു, നല്ല സ്കോറോടെ പാസ്സായി. അന്ന് അവൾക്ക് മെറിറ്റിൽ തന്നെ മണക്കാല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് നടന്നൊരു സംഭവം മക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എന്റെ മോള് മണക്കാലയിൽ ചെന്ന് ആ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, പപ്പ ഇവിടെ എല്ലാം ദൈവമക്കളാണ്, ഈ ഏരിയയിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമെന്ന്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, സാറേ ഇപ്പോൾ ഇവർക്ക് യൂണിഫോം പേടിക്കേണ്ട, കാരണം ഇവരുടെ സ്കോർ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഫുള്ളി ഗവൺമെന്റ് കിട്ടും, ഇത് സെമി ഗവൺമെന്റാ, ഇവിടെ വർഷം തോറും 50,000 രൂപ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാനും സന്തോഷിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഇവിടെ ഞാൻ ഞാൻ എല്ലാ ദിവസവും ദൈവകൃപയാൽ എനിക്ക് പൊതു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും യാത്രയിലാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വൈകിട്ട് കയറി വരുമ്പോൾ എന്റെ മോളുടെ പ്രാർത്ഥന കേൾക്കുക, കർത്താവെ എന്റെ ഓപ്ഷൻ അവിടെ നിന്ന് മാറ്റരുത്, എനിക്ക് അവിടെ തന്നെ തരണേന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഫുള്ളി ഗവൺമെന്റിൽ കിട്ടണമെന്നാണ്. അപ്പം എന്റെ വൈഫും പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഉപവാസ പ്രാർത്ഥന, കാര്യം ഇന്ന് ലാസ്റ്റ് ഓപ്ഷനാ. പക്ഷെ വൈകുന്നേരം ഇത് മെസ്സേജ് വന്നത് അവർക്ക് ആ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ. കുറച്ച് കഴിഞ്ഞ് വന്ന് എന്റെ തോളെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു, പപ്പയുടെ പൈസ എനിക്ക് വേണ്ട, എനിക്ക് കർത്താവ് പൈസ തന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്താ പറ്റി പറ, അത് പപ്പ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, എന്റെ മോള് ഒരു പെന്തക്കോസുകാരിയാന്ന് തന്നെ എഴുതി കൊടുത്തിരിക്കുന്നത്. അവിടെ പെന്തക്കോസിലെ വിശ്വാസത്തിലാണെന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സ്കോളർഷിപ്പ് കൊടുത്ത ആരാന്നറിയാമോ? ഇന്ത്യ ഗവൺമെന്റ്, മോദി സർക്കാരാണ് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തത്. എന്റെ ദൈവം ആരാ? വാക്തത്വം ചെയ്തവനാ. വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അങ്ങനെ അവൾക്ക് 4 വർഷം അവിടെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ കഴിഞ്ഞു. പഠിത്തം കഴിഞ്ഞിറങ്ങി അവള് 2 വർഷം ബാംഗ്ലൂർ ജോലി ചെയ്യുവാൻ ദൈവം അവർക്ക് സഹായിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് ഒരു വിവാഹാലോചന വന്നത് മാർത്തോമാ വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബമാണ്. മോന് ഒക്കെ ആൻഡമാനിൽ വളർന്നൊരു മോനാണ്, മൂത്തവൻ ബിനോയ്. അങ്ങനെ വിവാഹം വന്നു. 2019 ഡിസംബർ മാസം അവരുടെ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. വിവാഹം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ മടങ്ങിപ്പോകാൻ ഇടയായി. മാർച്ച് മാസം അവർക്ക് പോകാനുള്ള വിസയൊക്കെ ദൈവം റെഡിയാക്കി കൊടുത്തു. മാർച്ച് 7-ാം തീയതി മോള് ഇവിടുന്ന് കയറി അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു. 10-ാം തീയതി എയർപോർട്ട് അടച്ചു. കൊറോണയുടെ കാലങ്ങളായി മാറി. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ദൈവം ചെയ്യുമ്പോൾ എല്ലാം നല്ലതായി ചെയ്യും. അന്ന് എന്റെ കിടപ്പിൽ ഞാൻ ദൈവത്തോട് ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചോളൂ, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കരയെത്തിക്കുവാൻ ഒരു അവസരം എനിക്ക് തരണമേ എന്ന്. ആ കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. പലരും പറയും യേശു ഒന്നുമില്ല, എന്റെ യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമാ, ഏകസത്യ ദൈവമാ. ആ കർത്താവിനെ നീ പൂർണ്ണമായും വിശ്വസിച്ച് പൂർണ്ണമായും വിളിച്ചാൽ ദൈവം നിനക്ക് വഴി തുറക്കുന്ന ദൈവമാ, വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. അങ്ങനെ എന്റെ കുഞ്ഞ് അവിടെ ചെന്നു. നിങ്ങൾ ഓർക്കണം, ഒരു സാധാരണക്കാരനായ എനിക്ക് അതൊന്നും കഴിയുന്നതല്ല. അവൾ അവിടെ ചെന്ന് 2 വർഷം കൊറോണ ആയതുകൊണ്ട് അവിടെ വീട്ടിലിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പഠിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. എന്റെ കുഞ്ഞ് 2 വർഷം അവിടെ പഠിച്ചു. ഇതെല്ലാം എനിക്ക് കിട്ടിയ മോന്റെ ആ ഒരു കരുണയാണ്. ദൈവം തന്നത് വാക്തത്വമാണ്. എന്നോട് ചോദിച്ച എന്റെ സഹോദരങ്ങളും എന്റെ ബന്ധുക്കളും ഇന്നും എന്റെ വീട്ടിൽ വന്ന് നീ എങ്ങനെ ജീവിക്കും, നിന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവർ ഇന്ന് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുവാനും എന്നോട് വന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാനും എന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം അവസരം ഒരുക്കി. എന്താ കാരണം എന്നറിയാമോ? ഇന്ന് വരെയും വിട്ടേജയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇറങ്ങി തിരിച്ച് അന്ന് മുതൽ ഏകസത്യ ദൈവം യേശു ക്രിസ്തുവാണെന്നും ആ കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും രാജ്യങ്ങളോളം അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി പ്രസ്താവിക്കുവാൻ ദൈവം സഹായിച്ചു. ആമേൻ. 4 പ്രാവശ്യം ദുബായിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. 1 പ്രാവശ്യം മസ്കറ്റിൽ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ഖത്തറിൽ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ഇവിടെയൊക്കെ എന്റെ കഴിവോ മിടുക്കോ എന്റെ സ്വന്തക്കാരോ ഉണ്ടായിട്ടല്ല, ദൈവം അയച്ചു, ദൈവമക്കൾ വിളിച്ചു പോകുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ മോള് ജെസ്സിയ, അവൾക്ക് 3 മാസം ഉള്ളപ്പോഴാണ് ഞാൻ ആക്സിഡന്റ് കിടക്കുന്നത്. അവള് വളർന്നു. അവൾക്ക് സംസാരിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുപ്രായത്തില് 5ാം ക്ലാസ് വരെ പഠിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. സ്കൂളുകാർ പറഞ്ഞു എവിടെയെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടാക്ക്, ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന്. പക്ഷെ അന്ന് ആരോടും പറയാൻ ചെന്നില്ല. ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർത്തമാക്കാരനാ പറഞ്ഞത്. ഞാനും എന്റെ വൈഫും കൂടെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ സ്കൂളിലെ ടീച്ചർമാര് തന്നെ അവളെ അവിടെ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കുവാനും
ഏറ്റവും നല്ല മാർക്കോടെ അവിടെ പാസ്സാകുവാനും അത് കഴിഞ്ഞ് മെറിറ്റിൽ തന്നെ അവർക്ക് ഓഡിയോളജി പഠിക്കുവാൻ BSLP പഠിക്കുവാൻ ദൈവം കൃപ നൽകി. 4 വർഷം കാസർഗോഡ് മർത്തോമ കോളേജില് അവള് BSLP പഠിച്ചു. അവളെ വിവാഹം 2024 ജനുവരി മാസം കോട്ടയത്ത് വെച്ച് നടക്കുവാൻ ദൈവം സഹായിച്ചു. അതും ഒരു മർത്തോമ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു നല്ല മോനെയാണ് ദൈവം തന്നത്. സ്തോത്രം. അവളും കുടുംബമായിട്ട്, സുബിൻ എന്നാണ് മോന്റെ പേര്. അവരിന്ന് ബാംഗ്ലൂര് ജോലി ചെയ്യുന്ന രണ്ടുപേരും. മോൾ അവിടെ ഓഡിയോളജിസ്റ്റ് ആയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവരും കുടുംബമായി അവിടെ ജീവിക്കുന്നു. എന്റെ മൂത്ത മോള് KCIക്ക് എനിക്കൊരു കൊച്ചുമോനുണ്ട്, ഒരു മകൻ പിറന്നു. കഴിഞ്ഞ വർഷം ഞാൻ മാർച്ചില് അമേരിക്കയ്ക്ക് പോകാൻ ദൈവം എന്നെ ഭാഗ്യം തന്നു. അമേരിക്കയ്ക്ക് പോയത് എന്റെ കഴിവോ മിടുക്കമൊന്നും അല്ല. എന്നാൽ 3 പ്രാവശ്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എംബസി ചെന്നതാ. അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പൊ പോകാൻ ഉള്ള കഴിവില്ല, നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല എന്ന്. എന്നാൽ എന്റെ മകൾ അവിടെ ചെന്ന് കഴിഞ്ഞ വർഷം അവിടെ പ്രസവത്തിന് വേണ്ടി ഞാനും എന്റെ വൈഫും കൂടെ എംബസി ചെന്നു. ഒരുപാട് കാര്യങ്ങള് അനുഭവം ഉള്ളത് കൊണ്ട് ഫയലും ഒക്കെ കെട്ടിപ്പറക്കിയാ ചെന്നത്. പക്ഷെ നിങ്ങൾ കേൾക്കണമോ, ഞാനും എന്റെ ഭാര്യ ലിജിയും കൂടെ എംബസി ചെന്നപ്പോൾ അവിടെ ഇരുന്നത് എന്റെ മോളുടെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണാ. അവരെന്റെ അടുത്ത് 4 ചോദ്യമേ ആകപ്പാടെ ചോദിച്ചോളൂ. ഒന്ന്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്റെ വൈഫാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ ആരുണ്ട്? എനിക്ക് മകളും മകനും ഉണ്ടെന്ന് പറഞ്ഞു. അവര് നിങ്ങളെ ചെലവ് വഹിക്കുമെന്ന് ചോദിച്ചു. വഹിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതൊന്നും മിണ്ടിയില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വേറെ ആരുണ്ട്? അന്ന് എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇളയ മോളുണ്ട്, അപ്പനും അമ്മയും, എന്റെ വൈഫിന്റെ അപ്പനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ചോദ്യം ചോദിച്ചു. എന്റെ കയ്യിരിക്കുന്ന ഒരു പേപ്പർ ആവട്ടെ ഫയലാവട്ടെ ഒന്നും അവർ ചോദിച്ചില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മേഡം നിങ്ങൾക്ക് വിസ അനുവദിച്ചു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് തർജ്ജിമ ചെയ്യാൻ മലയാളത്തിൽ ഒരാളുണ്ട്. ഞാൻ ഒത്തിരി ഞെട്ടിപ്പോയി. കാരണം ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞതാ. എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? 10 വർഷത്തിന് മുമ്പ് ഞാൻ എംബസി 3 പ്രാവശ്യം പോയി ഫെയിലായി വന്നപ്പോ എന്റെ ഭാര്യ ലിജി എന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ, അച്ഛാ ഇത് 2024 ആകാതെ അച്ഛാൻ അമേരിക്കയിൽ പോകത്തില്ല എന്ന്. 10 വർഷത്തിന് മുമ്പ് എന്റെ മോള് കെസിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കെസിയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോടെ കല്യാണം കഴിയുമെന്നോ മോടെ പ്രസവം എടുക്കുക അമേരിക്കയിൽ പോകുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ വൈഫിനോട് പറഞ്ഞു, 10 വർഷം കഴിഞ്ഞ് ഇനി ഞാൻ എവിടെ പോകത്തുള്ളൂ? അമേരിക്കയിൽ പോകത്തുള്ളൂ എന്ന്. നിങ്ങൾ കേൾക്കണോ? 2023 ഒക്ടോബർ മാസം ഞങ്ങൾക്ക് വിസ കിട്ടി. പക്ഷെ ഞങ്ങൾ അമേരിക്കയിൽ പോയത് എന്താണെന്നറിയാമോ? 2024 മാർച്ച് 6-ാം തീയതിയാ. ദൈവം പറഞ്ഞാൽ ഒരിക്കലും വാക്ക് പള്ളി പുള്ളി മാറുന്ന ദൈവമല്ല. ഞാൻ അമേരിക്കയിൽ പോയതിന്റെ കഥ പറയാനല്ല. ഒരു യോഗ്യതയുമില്ലാതെ അമ്പലവാസിയായിട്ടും ശൂലം കുത്തിയും നാക്കിലും കുത്തിയും താടിയും വളർത്തി മുടി ജടയായി നടക്കേണ്ട ഒരു വ്യക്തി ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇത്രയും വലിയൊരു സാക്ഷ്യം പറയണമെങ്കിൽ അതിന്റെ കാരണം മറ്റാരുമല്ല, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. ആ യേശു ക്രിസ്തുവാണ് അതിന്റെ മുഖാന്തരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മൂത്തോന്റെ വിഭാഗത്തിന് ആ കൊറോണ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് അവിടെ കല്യാണം. 2 മാസത്തിന് മുമ്പ് 2 മാസത്തിന് മുമ്പായിരുന്നു. പക്ഷെ 10,200 പേര് പങ്കെടുത്ത ഒരു കല്യാണമായിരുന്നു. രണ്ടാമത്തെ മോളുടെ കല്യാണത്തിനും അതുപോലെ ഇവിടുത്തെ അറിയപ്പെടുന്ന നല്ലൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിലും ഇത്രയും ആൾക്കാർ. ഞാൻ പറഞ്ഞതിന്റെ കാരണം, പട്ടണത്തിൽ തന്നെ നീ എങ്ങനെ ആയിത്തീരുമെന്ന് ചോദിച്ചവരുടെ മുമ്പിൽ നിന്റെ ദേശത്ത് ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഈ പട്ടണത്തിൽ തന്നെ അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞാൻ വസിക്കുന്ന പട്ടണത്തിൽ തന്നെയാണ്. ഞാൻ പലയിടത്തും കർത്താവിന്റെ വേല ചെയ്തെങ്കിലും മലബാറിലൊക്കെ ഞാൻ കുറെ നാള് വേല ചെയ്തു. ഇപ്പൊ ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർത്തപ്പെട്ട പട്ടണത്തിൽ തന്നെയാണ് ഇന്ന് സഭയുള്ളത്. അതും പുതിയ വിശ്വാസികളാണ് എല്ലാവരും. കർത്താവിന്റെ കൃപയാല് എല്ലാം ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്ന കുറെ വിശ്വാസികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടിയേക്കുന്ന 2 കുടുംബക്കാരും അവർക്ക് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ ഇങ്ങനെ വിശ്വാസി വന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ ഉണ്ടായ ഒരു ഇൻസിഡന്റ് കൂടെ നിങ്ങളോട് പറയാം. ഞാൻ ഒത്തിരി പേരെ കർത്താവിലേക്ക് നേടുവാൻ എൻ്റെ ഈ ചെറിയ വലിയ അറിവൊന്നുമില്ല, ചെറിയ അറിവിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി രോഗികൾ സൗഖ്യമാകുവാൻ. കാരണം ഞാൻ ഈ കിടപ്പ് കിടന്നപ്പോ എന്നെ സൗഖ്യമാക്കിയ കർത്താവ് ഒരിക്കൽ, അന്ന് ഞാൻ അമേരിക്ക എന്താന്ന് പോലും എനിക്ക് അറിയാത്ത കാലഘട്ടത്തിലാണ്. അമേരിക്കയിലുള്ള ഒരു സഹോദരി ഈ ആമവാദം എന്ന് പറഞ്ഞ രോഗം വന്ന് എണ്ണിക്കാൻ വയ്യാതെ വർഷങ്ങളോളം കിടന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. പറയട്ടെ, 3 മാസം കണ്ടിന്യൂ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അവള് അവിടുത്തെ ഒരു നല്ല ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുക. അതൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒത്തിരി രോഗികൾ, തലമുറയില്ലാത്ത അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി പേർക്ക് ദൈവം അങ്ങനെ അത്ഭുതം ചെയ്തു. എന്താ കാര്യം? എൻ്റെ ജീവിതത്തിൽ ഇന്നും കർത്താവ് ചെയ്ത അത്ഭുതം ഇവിടെ ദേശക്കാർക്ക് അറിയാം. ഇത് ഞാൻ എൻ്റെ ദേശത്തിരുന്നോണ്ടാ പറയുന്നത്.
ഈ അടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ പാസ്റ്റ് ഒരു പക്ഷേ ഇത് ഞാൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലൈവ് ചെയ്യേണ്ട ആളായിരുന്നു ഇന്ന്. ഈ മാസം അമേരിക്കയിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി, എല്ലാം പാക്കിങ്ങും ചെയ്ത് ഒരുക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വയറ്റുവേദന ഉണ്ടായി. വയറ്റുവേദന ഇന്ന് തുടങ്ങിയതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. കുറെ നാളായിട്ട് എന്റെ ഇളയമോളുടെ കല്യാണം മുതലേ എനിക്ക് വയറ്റുവേദന വരും, പനി വരും, ഞാൻ മരുന്ന് വാങ്ങും, മാറും, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം എനിക്ക് കരച്ചിലായിട്ട് പനിയും വയറ്റുവേദനയായിരുന്നു. അന്നേരം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു, അങ്ങ് മാറി. അങ്ങനെ ഈ ഒരു വ്യാഴാഴ്ച ഞാൻ തിരുവല്ലയൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ഒരു വീട്ടിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. അതിരാവിലെ വെളുപ്പിനെ 4 മണിക്ക് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് കലശലായ ഒരു വയറ്റുവേദന തുടങ്ങി. ഞാൻ ഒരുവിധ നേരം വെളുക്കുന്നവരെ പിടിച്ചു നിന്നിട്ട് അവസാനം ഞാൻ ആരെയും കൊണ്ടുപോയില്ല, ഒറ്റയ്ക്ക് തന്നെ ബൈക്കില് ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലിൽ പോകാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നൊരു ഫിസിഷ്യനെ കണ്ടു. കണ്ട ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ വേദനയ്ക്കുള്ള മരുന്നിടാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യണം, എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പം ആ ചെയ്ത മോള് പറഞ്ഞു, അച്ഛാ ഇത് അച്ഛന്റെ ഇത് അപ്പൻഡീസ് പഴുത്ത് പൊട്ടിയിരിക്കുകയാണല്ലോ, ഇത് ഭയങ്കര സീരിയസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞ് എന്താ പറയുന്നത്? എനിക്കൊരു ഉറപ്പ് വന്നില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ ഗ്യാസ്ട്രോ ഞാൻ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ജോർജ് പീറ്റർ, അദ്ദേഹത്തെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു CT ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു CT ചെയ്തു. CT ചെയ്തപ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് അതിനകത്ത് അറിയാൻ പറ്റി. വീണ്ടും ഒരു CT കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? പെട്ടെന്ന് ആ ഒരു മനുഷ്യന്റെ അവസ്ഥ മാറുന്നതെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. നമുക്കൊന്നും വീഴുവാനില്ല. ഈ ഇരുന്ന് സംസാരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ആ കൃപയില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. അപ്പോൾ CT ചെയ്യാനായിട്ട് കയറ്റിയപ്പോൾ അവരെനിക്ക് 2 കുപ്പി വെള്ളം കുടിക്കാൻ തന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, ഇനിമ വെക്കണമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് എന്നെ സ്നക്കി കെട്ടിയപ്പോൾ എന്റെ മനസ്സിൽ വലിയ ഭാരം തോന്നി. കഴിഞ്ഞ രാത്രി ഞാൻ ഓടി നടന്നവൻ ഇപ്പം സ്കാനിങ് മെഷീന്റെ മുമ്പിൽ എന്താ കർത്താവ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചെങ്കിലും കേൾക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ഇച്ചിരി ക്രിട്ടിക്കലായി പോയല്ലോ, ഇത് 2 പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന ഒരു കേസാന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കണോ, അന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ സർജറിക്ക് കയറ്റി. അവരെ ഒറ്റ സർജറി കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ക്ലിയറായി ദൈവം ചെയ്തു തരുവാൻ ഇടയായി തീർന്നു. ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? പലരും ചോദിക്കും, ദൈവം ഇത് മുന്നമേ അറിയിച്ചതാ, പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും അറിവുകേട് കൊണ്ടുവാ. നേരെ മറിച്ച് ഞാൻ ആ ഫ്ലൈ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ അമേരിക്കയിൽ ചെന്നാലും എനിക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ വിസിറ്റിന് പോകുന്ന ആളാ. അവിടെ എനിക്ക് മെഡിക്കൽ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, അവൻ ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. ഇന്ന് ആ സർജറി ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞു, അച്ഛാ നിങ്ങൾ ലക്കാണ്, നിങ്ങൾ ലക്കിമാന്. കാരണം ഇത് ഇത്രയും വന്നിട്ടും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയത് വലിയൊരു അനുഭവമാണ് എന്ന് പറഞ്ഞ് അവരതെല്ലാം ചെയ്ത് ഇന്ന് സർജറി കഴിഞ്ഞിട്ട് ഏകദേശം 3 ആഴ്ചയായി. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ദൈവമക്കളെ, ഒന്നുമില്ലായ്മയെന്ന് സകലത് ഉളവാക്കിയ ഒരു ദൈവമാണ് എന്റെ കർത്താവ്. ഇന്ന് എന്റെ ചർച്ചക്കാരും എന്റെ സഹോദരങ്ങളും എന്റെ ബന്ധുമിത്രാദികളും എന്ത് കാര്യം ഉണ്ടെങ്കിലും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. എന്നെ കാണുമ്പോൾ കല്ലെടുത്തെറിഞ്ഞവരുണ്ട്, വെള്ളം കോരി ഒഴിച്ചവരുണ്ട്. ഇന്ന് അവിടെയൊക്കെ വീട്ടിലൊരു കാര്യം വന്നാൽ ആദ്യം വിളിക്കുന്ന എന്നെ, എന്റെ വൈഫിനെയാണ്. എന്താ കാര്യമെന്നറിയാമോ? നീ സേവിക്കുന്നത് ജീവനുള്ള ദൈവമാണെന്ന് അനേകർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ സാക്ഷ്യം ഇത്രയും തുറന്നു പറഞ്ഞതിന്റെ കാരണം, എനിക്ക് ലജ്ജയൊന്നുമില്ല. എന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ഒരു പക്ഷെ എന്റെ മക്കൾ ഇന്ന് നല്ല നിലയിലായിരിക്കാം, എന്റെ ഫാമിലിയൊക്കെ നല്ല നിലയിലായിരിക്കാം, പക്ഷെ എന്നെ നടത്തിയ ഒരു ദൈവം ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തില് ആമേൻ മോശ എഴുതി വെച്ചിരിക്കുന്നത്, ആമേൻ നിന്നെ നടത്തിയ ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്. അത് നിന്നെ മാത്രമല്ല, നിന്റെ മകനെയും മകന്റെ മകനോടും മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ഇസ്രായേലിന്റെ ദൈവത്തെ നീ മറന്നു പോകരുതെന്ന് പറയുവാനുള്ള കാരണം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തലരുടെ പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കിയേ. ആ ജയിലായിയും ആ കുടുംബവും അന്ന് രാത്രി മാനസാന്തരപ്പെടുവാനും അവര് ആമേ ഉപദ്രവിച്ചൻ തന്നെ കൊണ്ട് മുറിവ് കെട്ടുവാനും ആമേൻ ആ കുടുംബം ഒരുമിച്ച് ആമേൻ ശാനപ്പെടുവാനും ഇടയായി തീർന്നത് എന്താ? മറ്റൊരുത്തനിലും രക്ഷയില്ല ദൈവമക്കളെ. രക്ഷിക്കപ്പെടുവാൻ ഈ ഭൂമിയില് ആകാശത്തിന് കീഴെ ഏക സത്യനാമം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാ. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കേട്ട് കാണും, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യൻ പെന്തക്കോസുകാരെ കുറിച്ച് വളരെ മോശമായ ഒരു പ്രസ്താവന ഇറക്കി. ഞാൻ അതിനൊരു മറുപടി ഇട്ടിട്ടുണ്ട്. ആമേൻ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരിക്കലും ആരും പൈസ തന്നിട്ടോ എനിക്കൊരു വസ്ത്രം തന്നിട്ടോ അല്ല ഞാൻ ഈ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിയത്. നശിച്ചു കിടന്ന, നാറ്റം പിടിച്ചു കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന വിരൂപമായിരുന്ന എന്നെ
വീണ്ടെടുത്ത് ഇന്ന് ഈ മാനപാത്രമാക്കി നിർത്തിയിരിക്കുന്നെങ്കിൽ അതെന്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെ വിലയാണെന്ന് എവിടെയും വിളിച്ചു പറയും. ഞാൻ പരസ്യയോഗം പോയി പ്രസംഗിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പേര് രാജേന്ദ്രൻ, ഞാൻ ഒരു നായർ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞിറങ്ങിയവനാ. ഈ ദേശത്തോടൊന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ കർത്താവിന് മതമില്ല, അവൻ എവിടെയും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, അവൻ ഒരു മതത്തെ കുറ്റം പറഞ്ഞിട്ടില്ല, അവൻ ഏകസത്യ ദൈവമായതുകൊണ്ട് പാപികൾ മാനസാന്തരപ്പെടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം സർവേ നടത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലായി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ 80-ൽ പരം ആൾക്കാര് ഈ കർത്താവിന്റെ മക്കളായി തീർന്നു എന്ന്. എന്താ ഇതിന്റെ സത്യം? സത്യം അറിഞ്ഞവന് മൂടി വെക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, താമസമിന് ഈ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകനും ഈ ബൈബിളും പിടിച്ചുകൊണ്ട് ആമയിൽ നിന്നുകൊണ്ട് പറയും, യേശുവാണ് ഏക സത്യ ദൈവമെന്ന്. നമുക്ക് കർത്താവ് വന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ അത് കാണുവാൻ കഴിയും. ആരെതിർത്തിട്ടുണ്ടോ അവരാണ് ഏറ്റവും കൂടുതൽ കർത്താവിനെ അറിഞ്ഞിട്ടുള്ളത്. നിന്ന് കേൾക്കണമോ? ഏറ്റവും കൂടുതൽ ബന്ധക്കോസിനെ വെറുത്തതും ക്രിസ്ത്യാനികളെ അടിച്ചോട്ടിച്ചത് ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, RSSകാരൻ എന്നുള്ള ലേബിളില് ഞാൻ ഒത്തിരി അഹങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ പശ്ചാത്തപിക്കുവാൻ ഇടയായി തീർന്നു. അതൊരു പാപമായിരുന്നു എന്ന് എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ പൊതുജീവിതം പ്രാപിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് അനേകരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ സന്ദേശം കേൾക്കുന്ന ഒരു ദൈവമക്കളോടും പറയട്ടെ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. അവൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തുന്ന ദൈവമാ. എന്താ അത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, എല്ലാവരും എന്നോട് ചോദിച്ചു, ഇത് സത്യമാണോ, ഇങ്ങനെ ഉണ്ടോ എന്ന്. അതെ, സത്യം തന്നെയാണ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും തരും, സമാധാനവും സമൃദ്ധിയും ഞാൻ നിനക്ക് നൽകുമെന്ന്. എനിക്ക് രോഗശാന്തി മതി. കാരണം എന്തിനാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന്. പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതാ തന്റെ രോഗം മാറാൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ മതി എന്ന്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്. പലരും ചോദിക്കും, പൂർണ്ണ രോഗം മാറിയല്ലേ യേശുവിനെ? അല്ല. നീ കർത്താവിൽ അറിഞ്ഞാൽ കർത്താവ് നിനക്ക് സൗഖ്യം തരും. പക്ഷെ പൂർണ്ണമാകണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ദൈവമാ. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എന്റെ ജീവിതത്തില് പെട്ടെന്നൊരു ശരീരത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്റെ വൈഫ് വിളിച്ച് എന്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു. അദ്ദേഹം എന്നെ ഇവിടെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ അലക്സാണ്ടർ, ന്യൂറോ സർജനായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാ. എന്നെ പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, MRI ചെയ്തുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ MRI ചെയ്തിട്ടുണ്ട്, എത്ര വർഷമായില്ലേ, ഇപ്പോഴും പോയി ചെയ്യാൻ പറഞ്ഞു. 2 വർഷത്തിന് മുമ്പ് ഒന്നുകൂടെ MRI ചെയ്യുവാൻ എന്നെ കയറ്റി. MRI ചെയ്യാൻ കയറ്റിയപ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ MRIയും ഇന്നത്തെ MRIയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അന്ന് സ്പൈനൽ കോഡ് എങ്ങനെ ക്ഷതം പറ്റിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ MRIയിലും ഇരിക്കുന്നത്. MRIക്ക് വ്യത്യാസമൊന്നുമില്ല. ഈ MRI കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, മഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മനുഷ്യനെ പെട്ടെന്ന് അസീസിയയിൽ കൊണ്ടുപോയിക്കോ, ഞാൻ അവിടെ വിളിച്ചു പറയാം, അവിടെ റൂം സജ്ജീകരിക്കാം, വെയിറ്റ് ഇട്ട് കിടത്തിക്കോ, ഇല്ലെങ്കിൽ ഇയാള് ഇനി നടക്കാൻ പറ്റാതായി പോകുന്നു. ഞാൻ ചിരിച്ചോണ്ട് അകത്ത് കയറി ചെന്നിട്ട് പറഞ്ഞു, സാറേ ഇന്നേക്ക് 25 വർഷത്തിന് മുമ്പ് ഡോക്ടർ ഗോപാലകൃഷ്ണനും ഇതേ കാര്യം പറഞ്ഞത്. അപ്പൊ ഡോക്ടർ ഗോപാലകൃഷ്ണനെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോ എന്നെ ചികിത്സിച്ചത് ആ ഡോക്ടറാ. അതേപോലെ എന്റെ സ്നേഹിതനാ, ഞാനും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവനായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടുപേരും റിട്ടയർഡാ. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു, സാറേ അതുകൊണ്ട് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ കർത്താവ് എന്നെ ഇവിടെ അയച്ചത് എന്തിനാണെന്നറിയാമോ? സാറിന്റെ മേശയിലിരിക്കുന്ന മദ്യകുപ്പിയില്ലേ, സാറിന്റെ പേര് അലക്സാണ്ടർ എന്നാ. പക്ഷെ സാറേ, മദ്യപാനം പാവമാ. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. സാറ് മരിച്ചു കഴിഞ്ഞിട്ട് 12 അച്ഛന്മാര് വന്ന് സാറിന്റെ വലിപ്പം കണ്ട് സാറിന് വേണ്ടി പ്രാർത്ഥിച്ചാലും പൂജ നടത്തിയാലും സാറ് സ്വർഗത്തിൽ കയറത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, ശാനപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം, കൂട്ടായ്മ ആചരിക്കണം. ആ സാറ് പറഞ്ഞ എന്താണെന്നറിയാവോ? മകി, ഞാൻ വല്ലതും പറയണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ സത്യം വിളിച്ചു പറയുമ്പോൾ. ഞങ്ങളെ പോലുള്ളവരെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? അതുകൊണ്ട് ആ റോമാലേഖന 11-ാം അധ്യായത്തിൽ പറഞ്ഞത്, ആമി എന്നെ തള്ളിക്കളഞ്ഞു ഇസ്രായേലെ, പക്ഷെ ഞാൻ മൂഢജാതികളെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തുമെന്ന്. ഞാൻ ഒരു കാലത്ത് മൂഢജാതിയായിരുന്നു, ഉപവിഗ്രഹങ്ങളെ സേവിച്ചും ആമി അതിനെ ചുമന്നുകൊണ്ട് നടന്നും അതിനുവേണ്ടി ജീവിതം കളഞ്ഞൊരു മനുഷ്യനാ. പക്ഷെ ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള മകനായി ദൈവം എന്നെ ചുമക്കുക, ഞാൻ ദൈവത്തെ ചുമക്കുന്നില്ല. ആ കർത്താവ് എന്നെ ചുമക്കുന്നത് കൊണ്ടും ആ കർത്താവ് എന്നെ നടത്തുന്നത് കൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഞാൻ ജീവനോടെ ദാണ്ടെ കരങ്ങൾ ഉയർത്തി നിർത്തുന്നില്ലേ? പൊങ്ങത്തില്ല എന്ന് പറഞ്ഞ കൈ, ആമേ കാണത്തില്ല എന്ന് പറഞ്ഞ കണ്ണ്, നടക്കത്തില്ല എന്ന് പറഞ്ഞ കാല്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇത്രയും സംസാരിക്കുന്നു. സർജറി കഴിഞ്ഞ് 3 ആഴ്ചയായുള്ളൂ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അടുത്ത ആഴ്ച മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി, അടുത്ത ആഴ്ച മുതൽ ഞാൻ വചനം പറയാൻ തുടങ്ങി. എന്താ കാരണം? എന്റെ ഉള്ളിൽ ഒരു കർത്താവുണ്ട്, എന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത് ഇതാണ്, ആമേ കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക. ആരെങ്കിലും ഇന്ന് സാക്ഷ്യം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആര് വന്നോ വന്നില്ലേ എന്നല്ല, നീ ഒറ്റയ്ക്കാണോ? മതി, നിന്റെ ഹൃദയം നീ കർത്താവിന് കൊടുക്ക്.
മറ്റുള്ളവരെ ഒന്നും നീ നോക്കരുത്. ഇറങ്ങി തിരിച്ചാൽ നീ വിശ്വസ്തയുടെ അവസാനത്തോളം നിൽക്കണം. പ്രതിസന്ധി വരുമ്പോൾ ഇട്ടേച്ചു പോകരുത്. ഒത്തിരി പ്രതികൂലങ്ങൾ വന്നതാ, പട്ടിണിയും കഷ്ടതയും പൈതാകവും എല്ലാം വന്നതാ. ആമേൻ, സ്തോത്രം. പക്ഷേ കൈവിടാത്തൊരു ദൈവമുണ്ട്. നിങ്ങൾ കേൾക്കണോ, ഞാൻ പട്ടിണി കിടന്നിട്ടോ എന്റെ കുഞ്ഞുങ്ങളെ ദൈവം പട്ടിണി കിടത്തിയില്ല. അതാ നിങ്ങൾ പഠിക്കേണ്ടത്. എന്റെ വൈഫ് എന്നെ പാല് കൊടുക്കാനില്ലാതിരുന്ന സമയത്തും എവിടെയോ കിടന്ന ആൾക്കാരെ പാലുമായിട്ട് വീട്ടിലയച്ചൊരു ദൈവമുണ്ട്. ആമീൻ, പാല് വാങ്ങാൻ കാശില്ലാതെ റോട്ടിൽ കൂടെ നടന്നപ്പോ ആമീൻ പൈസ തന്ന പാല് വാങ്ങിച്ചൊരു ദൈവമുണ്ട്. ആമീൻ, സ്തോത്രം. ഒരിക്കലും അവൻ ആർക്കും കടക്കാരനല്ല. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ഒരു ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. അതുകൊണ്ട് എന്റെ ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട അരോമ ടിവിയിലെ എല്ലാ ദൈവമക്കളോടും പറയട്ടെ, ആമീൻ, നിങ്ങൾ ഒന്ന് മാത്രം, നിങ്ങൾ എവിടെല്ലാം പോയി എത്ര നേർച്ച കാഴ്ച നടത്തിയാലും, എന്നെ പോലെ നിങ്ങൾ ആരും പോയെന്ന് എനിക്കറിയത്തില്ല. എന്റെ അധ്വാനത്തിൽ പകുതി ഞാൻ നേർച്ചയും കാഴ്ചയും നടത്തി നഷ്ടപ്പെടുത്തിയവന്. മുഖാംബിയെ പോയി ഭജന ഇരുന്നിട്ടുണ്ട്. കർണാടകയില്, ഗോവയില്, എന്ന് വേണ്ട ഇപ്പൊ പാസ്റ്റർ വസിക്കുന്ന ഗുജറാത്തില്, എവിടെല്ലാം എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ അവിടെ എങ്ങും കിട്ടാത്ത ഒരു വലിയ സമാധാനവും സ്നേഹവും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസമാണ്. ആക്സലിന്റെ കഴിഞ്ഞ് കർത്താവ്, അതാ ദൈവത്തിന്റെ പ്രവൃത്തി. സീറോയില്ല പിന്നെ എന്നെ നടത്തിയത്. കുടുംബസ്വത്തോ എന്റെ അപ്പനും അമ്മയും അധ്വാനിച്ചതോ എന്റെ സഹോദരങ്ങളോ ആരും തന്നതല്ല. ഇതെല്ലാം എന്റെ കർത്താവ് എനിക്ക് തന്നതാ. അതാ പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ നല്ല കർത്താവിനെ അറിയുവാനും ആ നല്ല കർത്താവിന്റെ പൈതലായി ജീവിക്കുവാനും എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമല്ല, എന്നിൽ ഉൾപ്പെടുന്ന എന്റെ അപ്പനും അമ്മയും ഒരിക്കലും നിന്റെ കൂടെ ചേരത്തില്ല എന്ന് പറഞ്ഞവരാ. എന്റെ അപ്പൻ മദ്യപിച്ചില്ലെങ്കിൽ കൈപറയ്ക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ കർത്താവിനെ അറിയുവാനും ശാനപ്പെടുവാനും ബൈബിളും വെച്ചോണ്ട് അനേകരോട് യേശു കർത്താവാണെന്ന് പറയുവാനും ഒക്കെ ഉള്ള ഭാഗ്യം തന്ന ദൈവമക്കളെ, അന്ന് രണ്ടുപേരും കേൾക്കണോ, എനിക്ക് സങ്കടമുണ്ട്, നിത്യതയില്ല. എങ്ങനെയാണെന്നറിയാമോ? ഒരു ഞായറാഴ്ച അപ്പച്ചി എല്ലാം സഭയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. വൈകിട്ട് കാസർഗോഡ് പഠിച്ചുകൊണ്ടിരുന്ന എന്റെ മോളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, പപ്പയെ വിളിയെന്നും പറഞ്ഞ് ആ ഫോൺ അങ്ങോട്ട് വെച്ച് കട്ടിലോട്ട് അങ്ങ് ചെരിഞ്ഞു. ഒരു പ്രയാസം ഉണ്ടായില്ല. പപ്പ അടുത്തിരിക്കുക. അത് കഴിഞ്ഞ് അമ്മച്ചിയുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോ പപ്പ ഇതുപോലെ എന്നോട് വന്നിട്ട് ശനിയാഴ്ച വന്നിട്ട് പറഞ്ഞു, ഇച്ചിരി പൈസയൊക്കെ വേണം എനിക്ക്, എന്നിട്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇച്ചിരി പൈസയൊക്കെ മേടിച്ചോണ്ട് പോയിട്ട് സഹോദരിയോട് പറഞ്ഞു, എനിക്കൊന്ന് ഊണ് വേണമെന്ന് പറഞ്ഞ് സഹോദരി വീട്ടിൽ പോയി ഊണ് കഴിച്ചു. ഞായറാഴ്ച സഭായോഗത്തിന് ചെന്നിട്ട് എന്റെ മാതൃസഭയിലെ പപ്പ പോന്നെ പാസ്റ്ററോട് കൊണ്ട് ഇച്ചിരി പൈസയും കൊടുത്തിട്ട് പറഞ്ഞു, ചിലപ്പോ എനിക്കിനി പാസ്റ്റർക്ക് തരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അന്ന് വൈകിട്ട് ഞായറാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ആ ബൈബിള് നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിത്യതയിലേക്ക് പോകാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് സമയം രോഗിയായി കിടന്നോ ഐസി കിടന്നോ ഒന്നും അല്ല. കർത്താവിന്റെ ആ പ്രത്യക്ഷതയില് അവർ രണ്ടുപേരും ഇന്ന് നിത്യതയില്ല. ഇന്ന് എനിക്ക് 2 മാതാപിതാക്കളോടുണ്ട്, എന്റെ വൈഫിന്റെ മാതാപിതാക്കൾ. അവരും സന്തോഷമായി ഈ കർത്താവിനെ സേവിച്ചു പോകുന്നു. സഹോദരങ്ങൾ, അതുപോലെ ചർച്ചക്കാരിൽ പലരും ഈ കർത്താവിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, എന്തായി തീരുമെന്ന് ചോദിച്ച അനേകരുടെ മുമ്പില് എല്ലാം ഉള്ളവരാക്കി ഈ പട്ടണത്തിൽ ദൈവം നിർത്തിയിരിക്കുക. ഒരുപാട് പേരെ സഹായിക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഇനി എന്റെ മുമ്പില് എനിക്ക് മറ്റൊന്നുമില്ല. കാരണം കർത്താവ് വിശ്വസ്തന. 2 പെൺമക്കളെയും വളരെ ഭംഗിയായിട്ട് നല്ല ആ മക്കളെ ഏൽപ്പിക്കുവാൻ. 2 മക്കളാ എനിക്ക് കേട്ടോ, ഒരു മരുമക്കളൊന്നുമല്ല. ഇപ്പൊ എന്റെ ഈ സർജറി നടക്കുമ്പോ എന്റെ മൂത്ത മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് വൈഫിന് പോകേണ്ടി വന്നു. കാരണം മോള് കൊച്ചിനെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർക്ക് പോകേണ്ടി വന്നു. ആ മോന എന്നെ ഇവിടെ നിന്ന് സംരക്ഷിച്ച. മോനും കഴിഞ്ഞ ആഴ്ച പോയി. ഞാനിത് പറഞ്ഞത്, അവൻ വിശ്വസ്തന, അവൻ ആർക്കും കടക്കാരനല്ല. എന്നെ സംരക്ഷിക്കുന്ന എന്റെ ദൈവമക്കളാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ക്ഷേമത്തോടെ ആയിരിക്കുന്നു. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തരികയും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തരികയും ചെയ്ത കർത്താവിന്റെ ദാസനോടും അരോമ ടിവിയോടും ഒക്കെ ഉള്ള വളരെ നന്ദിയും ബഹുമാനവും അറിയിക്കുകയാണ്. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തട്ടെ, വിശ്വസിക്കുക. ഇന്നും വിശ്വാസം നിന്നു പോയിട്ടില്ല. കുറ്റം പറയുന്നവർ പറഞ്ഞോട്ടെ, കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, പക്ഷെ 2 3 പേർ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. നീ ഹൃദയം മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ആമേൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 2-ാമത്തെ വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നശിപ്പിക്കുവാനല്ല, ജീവിക്കുവാനാണ്. അതുകൊണ്ട് ഇന്നുവരെയും എന്റെ കർത്താവ് കഴിഞ്ഞ 31 വർഷക്കാലമായിട്ട് എനിക്ക് നല്ലവനായിരുന്നു. എനിക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല. ദോഷം വന്നെങ്കിൽ അത് എന്റെ പ്രവൃത്തി കൊണ്ടാണ്. പക്ഷെ അവിടെ എന്നോട് ക്ഷമിച്ച് എന്നെ ഇന്ന് അനേകർക്ക് ഒരു ദൈവദാസനായി ദൈവ പൈതലായി നിർത്തിയിരിക്കുന്നത് എന്റെ കർത്താവാണ്.
അതുകൊണ്ടാണ് ഇന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ അവരുകളെ പരിചയപ്പെടുവാൻ ദൈവം സഹായിച്ചതും ഇതിന് മുഖാന്തരമായ സഹോദരിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തും. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജേന്ദ്രൻ അവറുകൾ. അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തി ഏതവസ്ഥയിലായിരുന്നു, ഇന്ന് എങ്ങനെയായിരിക്കുന്നു? നമ്മുടെ ആരംഭത്തേക്കാൾ അവസാനമാണ് ഏറ്റവും പ്രസക്തമായത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ. നമ്മൾ ഏത് കുടുംബത്തിൽ, ഏത് ദേശത്ത്, എവിടെ, എങ്ങനെ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളതൊക്കെ മറന്നു പോകുകയും ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും നമ്മുടെ അവസാന ദിവസങ്ങൾ, നമ്മുടെ അവസാന നിമിഷങ്ങൾ അത് സമൂഹത്തിൽ വളരെ പ്രത്യക്ഷമായ എല്ലാവരുടെയും കൺമുൻപിൽ തെളിവായി നിൽക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളായി നാം നമ്മിലൂടെ വെളിപ്പെടുത്തുന്ന ആ നിമിഷങ്ങളാണ് ശരിക്കും ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ അതേ അവസ്ഥയിലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇന്ന് പ്രസക്തി ഉണ്ടാകുമായിരുന്നു. എന്നാൽ അതൊക്കെ അപ്രസക്തമായ ചില അനുഭവങ്ങളാണ് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്പലവാസിയായി, പ്രത്യേകിച്ച് വല്യമ്മച്ചിയുടെ കൂടെ അമ്പലത്തിൽ കിടന്നുറങ്ങി അവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളുടെ കാൽച്ചുവട്ടിൽ ദിനരാത്രങ്ങൾ ചിലവഴിച്ച് അവിടുത്തെ ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിച്ച് അവിടുത്തെ ഒരു വേലക്കാരനായി ആ നിലയിൽ ബാല്യവും യൗവനവും ഒക്കെ കഴിച്ചു. അതിനുശേഷം കടന്നുപോയതായ പല മേഖലകളെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, സ്തോത്രം. എന്നാൽ ഇന്ന് ജീവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബത്തിൽ, ഒരു പശ്ചാത്തലത്തിൽ. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതെ, ആ പുതിയ ഒരു അനുഭവമാണ് നമുക്ക് ഇന്ന് പറയുവാൻ ഉള്ളത്. പഴയതിന് വലിയ പ്രസക്തിയില്ല. പഴയതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. പുതിയ കാര്യങ്ങൾ, മനുഷ്യൻ എല്ലായ്പ്പോഴും പുതുമ അന്വേഷിക്കുന്നവനാണ്. പുതിയ കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയ അനുഭവങ്ങൾ എത്രയോ അനേക വിഷയങ്ങൾ അനുഭവത്തിലൂടെ ദൈവദാസന് പറയുകയുണ്ടായി. അതിൻ്റെ പഴയ ചരിത്രവും ഇപ്പോഴത്തെ അവസ്ഥയും ഒന്നൊന്നായി പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ആയിരക്കണക്കിന് അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരും, അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അമ്പലവാസി എന്ന നിലയിൽ നിന്ന് ചെള്ളയ്ക്ക് 12 അടി നീളമുള്ള ശൂലം കുത്തി, ജട വളർത്തി, കാവടി ആട്ടം നടത്തി, ആ നിലകളിലൊക്കെ ജീവിതം നയിച്ച ഒരു വ്യക്തി ഇന്ന് കർത്താവിൻ്റെ പ്രതിപുരുഷനായി, കർത്താവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ജീവനുള്ള സാക്ഷ്യം വഹിക്കുന്ന, സ്തോത്രം, ആ നല്ല ഒരു അനുഭവത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ശാരീരികമായി പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലും കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് ഒരു തടസ്സമല്ല ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളും എന്ന് തെളിയിച്ച് വ്യക്തമാക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവദാസനെ ദൈവശക്തമായി ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പിന്നെയും അനുഗ്രഹമായി തീരട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഈ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാ. പക്ഷേ അത് പറയാനുള്ള ആ ഒരു ധൈര്യമില്ല. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്തായിത്തീരും? ഇന്നും ഈ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുമ്പോഴും അത് പരസ്യമായി പറയുവാൻ ധൈര്യമില്ലാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്.
ഞാനുമായിട്ട് അനേക പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, എങ്ങനെയാ പാസ്റ്ററെ പറയുന്നേ, പേടിയാ, ധൈര്യം പോരാ. ഞാൻ രാജേന്ദ്രൻ പാസ്റ്ററെ ആ കാര്യത്തിൽ സമ്മതിച്ചിരിക്കുന്നു. സ്തോത്രം. കർത്താവിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ഭയപ്പെടണം? ആർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ശരീരത്തെ മാത്രമേ ചെയ്യാൻ കഴിയൂ, നമ്മുടെ ആത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാം ക്രിസ്തുവിലായി കഴിഞ്ഞിരിക്കുന്നു, നാം ക്രിസ്തുവിനോടൊപ്പമായി കഴിഞ്ഞിരിക്കുന്നു, നാം സ്വർഗത്തിലായി കഴിഞ്ഞിരിക്കുന്നു, നാം നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്കിനി ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അത് മൂടി വയ്ക്കരുത്, നിങ്ങളത് മറച്ചു വയ്ക്കരുത്. എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഈ ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവം വളരെ വ്യക്തമായി പറഞ്ഞു. താൻ മാത്രമല്ല, തൻ്റെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, രണ്ട് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ അനേകർ ഇന്ന് ആ അനുഭവത്തിൽ നിന്ന്, ആയിരുന്ന അനുഭവത്തിൽ നിന്ന് ഈ പുതിയ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവത്തെ അവർ പരസ്യമായി സാക്ഷ്യം വഹിച്ചതുകൊണ്ട്. നാമധേയ പശ്ചാത്തലത്തിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്നാനത്തെക്കുറിച്ച് ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അത് വിശ്വസിക്കുന്നു, പക്ഷേ എങ്കിൽ അദ്ദേഹം നിൽക്കുന്ന സാഹചര്യത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്നില്ല. ഞങ്ങളെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവ് നിങ്ങളെ വിളിച്ചുവെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെയും മറ്റാരെയും മനുഷ്യരെ ഭയപ്പെടുന്നവരായിരിക്കുവാനല്ല, നിത്യതയ്ക്കായി വിളിച്ച വലിയ ആ വിളി നിങ്ങൾ വിളിച്ചു പറയുക. അനേകരീ പ്രകാശത്തിലേക്ക് വരട്ടെ, കർത്താവിങ്കിലേക്ക് വരട്ടെ, നിത്യതയ്ക്ക് അവരും കൂട്ടവകാശികളായി തീരട്ടെ. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സ്തോത്രം. നിങ്ങൾ സാക്ഷ്യം പ്രസ്താവിക്കാത്തടത്തോളം കാലം, നിങ്ങൾ യേശുവിനെ പരസ്യമായി പറയാത്തടത്തോളം കാലം കർത്താവുമായിട്ട് യാതൊരു കൂട്ടായ്മയും നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആകയാൽ യേശു കർത്താവുമായിട്ടുള്ള ഈ കൂട്ടായ്മ എവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന്, കർത്താവെ ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനമെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവീയ വിടുതലുകൾ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും പുറലോകത്തേക്ക് വരുവാൻ, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബത്തില് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആമെ സാക്ഷീകരിക്കുവാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കൂ. കണ്ണുകളടച്ച് നാം ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തില് കർത്താവിന്റെ സന്നിധിയില് ഞങ്ങളുടെ ദാസനുമായി ഒരുമിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ ഈ സമയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ സാക്ഷ്യവാചകത്തിലൂടെ കേട്ട അനേക കാര്യങ്ങൾ അനേക ഹൃദയങ്ങൾക്ക് ആമേ ആശ്വാസവും വിടുതലുമായി തീരണമേ. രക്ഷിക്കപ്പെടാത്തവർ, ആമേ മാനസാന്തരപ്പെടാത്തവർ, ആമേ കൽപ്പന അനുസരിക്കാത്തവർ അനേകർ ഇത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ ദൈവം തുറന്ന്, അതേ പുഴപക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ അനേകർ അതേ ഹൃദയത്തെ തുറന്ന് ആമേ ലുദിയ എടുത്ത തീരുമാനം പോലെ ആമേ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അനേകർ നിത്യരാജ്യത്തിലേക്ക് ആയിത്തീരുവാൻ അങ്ങ് സഹായിക്കണമേ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഈ കാലഘട്ടത്തില് മയക്കുമരുന്നിനും കർത്താവെ എല്ലസിനും കഞ്ചാവിനും ഒക്കെയും അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ജീവനുള്ള ദൈവത്തെ കണ്ട് ജീവനുള്ള ദേഹിയായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അങ്ങയുടെ ദാസൻ പാസ്റ്റർ ഡാനിയൽ അതവർക്ക് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അനേകർക്ക് ആശ്വാസവും വിടുതലും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളും തുറന്ന് ദൈവം മാനിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ കർത്താവ് പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ അങ്ങയുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി ആവശ്യമായ വഴികൾ തുറന്നു കൊടുത്ത് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ കുടുംബത്തിലും അങ്ങയുടെ ദൂത് കടന്നു ചെല്ലണമേ. അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ. ചില തകർന്ന കുടുംബങ്ങളെ അങ്ങ് പണിതെടുത്ത് അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പലരും ഇതിലൂടെ ഞങ്ങളെ വിളിച്ച് സാക്ഷ്യം അനുഗ്രഹമായിരുന്നു പറയുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് അടിയു തന്ന നല്ല അവസരത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മഹത്വം കർത്താവിൽ അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു
കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജേന്ദ്രൻ അവറുകൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെയും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാക്ഷ്യം മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം ഇവിടെ മുഖാന്തരമായി തരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അരോമ TV പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.